കണ്ണൂരാണ് വീട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. നിലവിൽ ഏകദേശം കഴിഞ്ഞ 6 മാസങ്ങളിലായിട്ട് അധ്യാപകരും അധ്യാപക വിദ്യാർത്ഥികളും ഒക്കെയായി 2500 എഡ്യൂക്കേറ്റേഴ്സിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ട്രെയിനിങ് ഇതിനകം നൽകി കഴിഞ്ഞു, ഓൺലൈനായും ഓഫ്ലൈനായും. ഓക്കെ, നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം, ആരംഭിക്കാം. ഈ കോട്ട് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. AI will not replace you, but the person using AI. ഇത് ഒരുപാട് ആൾക്കാർ, പ്രമുഖരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ അവരുടെ ഇന്റർവ്യൂസിലും പിന്നെ പ്രസംഗങ്ങളിലൊക്കെ നിരന്തരം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കോട്ടാണ്. AI നിങ്ങളെ റിപ്ലേസ് ചെയ്യുകയില്ല, മറിച്ച് AI ഉപയോഗിക്കുന്ന ആൾ, അധ്യാപകനാണെങ്കിലും വിദ്യാർത്ഥിയാണെങ്കിലും AI ഉപയോഗിക്കുന്ന അധ്യാപകർ നിങ്ങളെക്കാൾ ഒരുപടി എപ്പോഴും മുന്നിൽ നിൽക്കും. വലിയൊരു കോമ്പറ്റേറ്റീവ് വേൾഡിലാണ് നമ്മൾ ഇപ്പോഴുള്ളത്. സ്റ്റുഡൻസിനാണെങ്കിൽ AI ഉപയോഗിച്ച് പഠിക്കുന്ന ഒരു കുട്ടി ഒബ്വിയസ്ലി ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ ക്രമത്തിൽ അവർ ഒരുപടി മുന്നിൽ തന്നെ നിൽക്കും. അതുകൊണ്ട് AI പഠിക്കാതെ ഇനി നമുക്ക് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ്, അല്ലെങ്കിൽ നമ്മൾ വളരെ പിറകിലായി പോകുന്ന കാര്യമാണ്. AI നമ്മളെ റീപ്ലേസ് ചെയ്യാൻ പോകുന്നില്ല, മറിച്ച് AI അറിയുന്ന, AI കുറിച്ച് ധാരണയുള്ള, AI നന്നായിട്ട് ടീച്ചിങ് ലേണിംഗ് പ്രാക്ടീസിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ആളുകൾ നമ്മെ റീപ്ലേസ് ചെയ്യുമെന്ന കാര്യത്തിൽ നമുക്ക് സംശയിക്കാനൊന്നുമില്ല. ഇത് വളരെ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ ടീച്ചേഴ്സിന് വളരെ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. 2020 2019-20 കാലയളവിൽ കോവിഡ് പാൻഡമിക് വന്നപ്പോൾ അതുവരെ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞിരുന്ന അധ്യാപകർ, സ്മാർട്ട് ഫോൺ ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞ അധ്യാപകർ, ഗൂഗിൾ മീറ്റ് ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞ അധ്യാപകർ, അവർ ഒന്നുകിൽ അത് അപ്ഡേറ്റ് ചെയ്യാൻ നിർബന്ധിതരായി ഗൂഗിൾ മീറ്റ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കേണ്ടി വന്നു. അങ്ങനെ അല്ലാത്ത ആളുകൾക്ക്, ഒരുപാട് ആളുകൾക്ക് ജോലി നഷ്ടമായി. നമുക്കറിയുന്ന ഒരുപാട് ആളുകൾക്ക് ജോലി നഷ്ടമായിട്ടുണ്ട്. പ്രായമുള്ള അധ്യാപകർ, ഇനി പ്രായമില്ലാത്ത അധ്യാപകർ, ടെക്നോളജി ലിറ്ററസി ഇല്ലാത്ത, ടെക്നോളജിയിൽ വലിയ ധാരണയില്ലാത്ത ആളുകൾക്ക് ജോലി നഷ്ടമായി. എല്ലാ ഫീൽഡിലും അത് നമ്മൾ അനുഭവിച്ചവരാണ്. കോവിഡ് പാൻഡമിക് നമ്മളെ ഒരു വലിയൊരു മൈഗ്രേഷൻ, ഈ ടെക്നോളജിയിലേക്കുള്ള വലിയൊരു മൈഗ്രേഷന്റെ വേഗത നമുക്ക് കൂട്ടി എന്ന് തന്നെ പറയാം, ഈ ഒരു ഡിജിറ്റൽ വേൾഡിലേക്കുള്ള. അതുകൊണ്ട് തന്നെ AI ഉപയോഗിക്കുക എന്ന് പറയുന്നത് അത് നെസസറി ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന മൈൻഡ് സെറ്റിലായിരിക്കണം ഇനി നമ്മൾ കേൾക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇതൊരു ഓപ്ഷണൽ ആയിട്ടുള്ള കാര്യമേ അല്ല എന്ന തിരിച്ചറിവ് ആദ്യം ഉണ്ടാവുക. മറ്റൊരു കാര്യം, നമ്മൾ 4th ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ കാലത്താണ് ജീവിക്കുന്നത് എന്നാണ് പറയുന്നത്. എന്താണ് ഈ 4th ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്? നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരും അധ്യാപകരും വിദ്യാർത്ഥികളാണ്, ചരിത്രം പഠിക്കുന്നവരാണ്. 1ാം വ്യാവസായിക വിപ്ലവം, ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, എന്തിന്റെ കണ്ടുപിടുത്തമാണ് 1ാം ഇൻഡസ്ട്രിയൽ റവല്യൂഷനിലേക്ക് നയിച്ചിട്ടുള്ളത്? എനിബഡി ക്യാൻ കമന്റ്. നിങ്ങൾ കൂടി ഇതിൽ ഇടപെട്ടുകൊണ്ട് ഇതൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആക്കി നമുക്ക് മാറ്റാം. എന്തിന്റെ കണ്ടുപിടുത്തമാണ് 1ാം വ്യാവസായിക വിപ്ലവത്തിലേക്ക് നയിച്ചിട്ടുള്ളത്? വെരി ഗുഡ്, ഉമർ സാർ, ഉമറിയാം. ഓക്കെ, ടീച്ചറാണോ സ്റ്റുഡന്റ് ആണോ? ടീച്ചറാണ്. ഓക്കെ, താങ്ക് യു സാർ. സ്റ്റീം എഞ്ചിന്റെ കണ്ടുപിടുത്തമാണ് 1ാം വ്യാവസായിക വിപ്ലവത്തിലേക്ക് നയിച്ചത്. അവിടെ നിന്ന് നമ്മൾ സഞ്ചരിച്ചു. ഏകദേശം ഒരു 150 വർഷം മുമ്പ് നടന്ന കാര്യമാണ്. ലോകത്ത് സ്റ്റീം എഞ്ചിൻ ഉൾപ്പെടെയുള്ള ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ, അതിന്റെ ഒരു സീരീസ് ഓഫ് ഇൻവെൻഷൻസ് നടന്നു. ലോകത്ത് വലിയ വിപ്ലവം ഉണ്ടായി. അതിൽ നിന്ന് നമ്മൾ സഞ്ചരിച്ചു 2ാം വ്യാവസായിക വിപ്ലവം, സെക്കൻഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. പ്രധാനപ്പെട്ട എന്തിന്റെ ഇൻവെൻഷനോട് കൂടിയായിരുന്നു? എനിബഡി ക്യാൻ കമന്റ്. അവിടെ ഇലക്ട്രിസിറ്റിയുടെ കണ്ടുപിടുത്താണ്. ഒരുപാട് കണ്ടുപിടുത്തങ്ങളുണ്ട്. കാര്യങ്ങൾ അസംബിൾ ചെയ്തുകൊണ്ട് പ്രൊഡക്ഷൻ ആരംഭിക്കുന്നത്, ഏറ്റവും പ്രധാനം, അതിൽ ഒരു മൈൽ സ്റ്റോൺ എന്ന് പറയാവുന്നത് ഇലക്ട്രിസിറ്റിയുടെ കണ്ടുപിടുത്തമാണ്. ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചതോടുകൂടി എല്ലാത്തിനെയും നമ്മൾ ഇലക്ട്രിഫൈ ചെയ്യാൻ തുടങ്ങി. വലിയൊരു മുന്നേറ്റം ലോകത്തുണ്ടായി എന്ന് പറയാം. ഈ 2 ഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ, 1ാം വ്യാവസായിക വിപ്ലവവും 2ാം വ്യാവസായിക വിപ്ലവവും ലോകത്ത് അരങ്ങേറിയപ്പോൾ മനുഷ്യന്മാര് ഫിസിക്കലി ചെയ്തിരുന്ന പല ജോലികളും റിപ്ലേസ് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ മെഷീൻസ് അത് ചെയ്യാൻ തുടങ്ങി. 100 ആൾക്കാർ കൈയും കാലും തടിയും ഉപയോഗിച്ച് ചെയ്തിരുന്ന ജോലികൾ ഒരു ഫാക്ടറി അല്ലെങ്കിൽ ഒരു മെഷീൻ, വലിയൊരു മെഷീൻ വന്നപ്പോൾ ആ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാൻ അറിയുന്ന 3-4 ആൾക്കാർ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ മതി, ബാക്കി ആളുകളൊക്കെ അവിടെ നിന്ന് പിരിച്ചുവിട്ടു. ഓക്കെ, വലിയ ഫാക്ടറികളിൽ ആയിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ വലിയൊരു ഫാക്ടറി വന്നു, വലിയ മെഷീനുകൾ വന്നു. ഫിസിക്കലി ചെയ്തിരുന്ന ജോലികളൊക്കെ ഇങ്ങനെ റിപ്ലേസ് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ അത് നവീകരിക്കപ്പെട്ടു, മെഷീൻസ് അത് ചെയ്യാൻ തുടങ്ങി.
ഇത് പറയുന്നത് ഇനി പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഇങ്ങനെ 1-2 ഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ ഫിസിക്കലി നമ്മൾ ശാരീരികമായി ചെയ്തിരുന്ന ജോലികളാണ് റീപ്ലേസ് ചെയ്യപ്പെട്ടത്. ലോകം അവിടുന്ന് വീണ്ടും സഞ്ചരിച്ചു 3-ാം ഘട്ടത്തിലേക്ക് എത്തി. 3-ാം ഘട്ടം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം ഇന്റർനെറ്റിന്റെ കണ്ടുപിടുത്തമാണ് ഒരു 3rd ഇൻഡസ്ട്രിയൽ റവല്യൂഷനിലേക്ക് ലോകത്തെ നയിച്ചത്. 3-ാം വ്യാവസായിക വിപ്ലവം എന്ന് വിളിക്കാം. ഓക്കെ, ഇന്റർനെറ്റ് വരുന്നത് വരെ വിവരത്തിന്, ഒരു നോളജിന്, ഒരു ഡേറ്റക്ക് സഞ്ചരിക്കാൻ ദൂരപരിധി ഉണ്ടായിരുന്നു, സമയപരിധി ഉണ്ടായിരുന്നു. നമുക്കിതുപോലെ ഇന്റർനെറ്റ് ലഭ്യമല്ലെങ്കിൽ നമുക്കിതുപോലെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ക്ലാസ്സുകൾ എടുക്കാനും അറ്റൻഡ് ചെയ്യാനും പറ്റില്ലായിരുന്നു. എനിക്കറിയുന്ന ഒരു കാര്യം, അമേരിക്കയിലുള്ള ഒരു കുട്ടിക്ക്, UAE-യിലുള്ള ഒരു കുട്ടിക്ക് അത് പഠിപ്പിച്ചു കൊടുക്കാനുള്ള സാധ്യതയില്ലായിരുന്നു. വിവരത്തിന് സഞ്ചരിക്കാൻ ദൂരപരിധി ഉണ്ടായിരുന്നു, സമയപരിധി ഉണ്ടായിരുന്നു. എന്നാൽ ഇന്റർനെറ്റിന്റെ വരവോടുകൂടി ഇൻഫർമേഷന്റെ ഒരു അബണ്ടന്റ് ഫ്ലോ തന്നെ ലോകത്തുണ്ടായി എന്ന് പറയാം. അതുവരെ എലീറ്റായ ആളുകൾക്ക് മാത്രമേ നോളജ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ അഫോർഡബിൾ ആയിരുന്നുള്ളൂ. അന്നത്തെ പ്രധാനപ്പെട്ട ഒരു സോഴ്സ് ഓഫ് നോളജ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് എൻസൈക്ലോപീഡിയ ആയിരുന്നു. ബ്രിട്ടീഷ് എൻസൈക്ലോപീഡിയ വാങ്ങാൻ മിഡിൽ ക്ലാസ്സിന് സാധിക്കുമായിരുന്നില്ല, അഫോർഡബിൾ ആയിരുന്നില്ല, വലിയ പ്രൈസ് ഉള്ളതായിരുന്നു. അപ്പോൾ എലീറ്റായ ആളുകൾക്ക്, സൊസൈറ്റിയിൽ എലീറ്റായ ആളുകൾക്ക് മാത്രമേ ഈ നോളജിന് ആക്സസ് ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്റർനെറ്റ് വന്നതോടുകൂടി നമ്മുടെ ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്നു കൊണ്ടും വിരൽ തുമ്പിൽ നമുക്ക് വിജ്ഞാനീയങ്ങൾ ലഭിക്കുന്ന തരത്തിൽ ലോകം വളർന്നു. ഇൻഫോർമേഷന്റെ ഒരു അബണ്ടന്റ് ഫ്ലോ തന്നെ ലോകത്ത് ഉണ്ടായി എന്ന് പറയാം. വിക്കിപീഡിയ വന്നു. വിക്കിപീഡിയ എങ്ങനെയാണ് വർക്ക് ചെയ്തത്? ലോകത്ത് എല്ലാവരും കൊളാബ് ചെയ്തുകൊണ്ടാണ് വിക്കിപീഡിയ വർക്ക് ചെയ്തത്. എനിക്കറിയുന്ന കാര്യം ഞാനത് അപ്ഡേറ്റ് ചെയ്യുന്നു. ലോകത്ത് പലർക്കും അവരവർക്ക് അറിയുന്ന കാര്യങ്ങൾ അതിൽ അപ്ലോഡ് ചെയ്യുന്നു. ഫ്രീ ആയിട്ട് നമുക്ക് ഏത് വിവരവും പ്രൈമറി സോഴ്സ് ആയിട്ട് വിക്കിപീഡിയ ഉപയോഗിച്ച ആളുകളാണ് നമ്മളെല്ലാവരും. അപ്പോൾ അങ്ങനെയാണ് കൊളാബ് ചെയ്തുകൊണ്ടാണ് വിക്കിപീഡിയ വർക്ക് ചെയ്തത്. അവിടെ നിന്നും ലോകം വളർന്നു. 3-ാം ഘട്ടം കഴിഞ്ഞു. നമ്മൾ 2024 എത്തി നിൽക്കുമ്പോൾ ഈ 3 ഘട്ടങ്ങൾ കഴിഞ്ഞപ്പോഴും മനുഷ്യർക്ക് ഒരു ആശ്വാസം ഉണ്ടായിരുന്നു, ഒരു സ്വാർത്ഥത ഉണ്ടായിരുന്നു, ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു. നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, ക്രിയേറ്റീവായി ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ കോഗ്നിറ്റീവ് അബിലിറ്റി ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊന്നും തന്നെ ഒരു ടെക്നോളജിക്കും റിപ്ലേസ് ചെയ്യാൻ പോകുന്നില്ല. എത്ര മെഷീൻസ് വന്നാലും, എത്ര സയൻസും ശാസ്ത്രവും ഒക്കെ എത്ര വികസിച്ചാലും നമ്മുടെ ബുദ്ധി, ഇതൊക്കെ നമ്മുടെ താഴെയാണ്. ഗൂഗിൾ ആണെങ്കിലും ഇതൊക്കെ നമ്മുടെ താഴെ നിൽക്കുന്ന കാര്യമാണ്, നമ്മൾ തന്നെയാണ് മുന്നിലുള്ളത് എന്നൊരു ആശ്വാസം മനുഷ്യന്മാർക്ക് ഉണ്ടായിരുന്നു. എന്നാൽ നിർമ്മിത ബുദ്ധിയുടെ വരവോടുകൂടി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വരവോടുകൂടി ആ ആശ്വാസം കൂടി തകർന്നിരിക്കുകയാണ്. മനുഷ്യന്മാര് ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, ക്രിയേറ്റീവായി ചെയ്യുന്ന കാര്യങ്ങൾ, കോഗ്നിറ്റീവ് അബിലിറ്റി ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ ഏറ്റവും ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ചെയ്യുന്നതിനേക്കാൾ മനോഹരമായി വിത്തിൻ സെക്കൻഡ്, ഏറ്റവും ചുരുങ്ങിയ സമയത്ത് AI-യുടെ സഹായത്തോടു കൂടി നമ്മൾ ഇന്ന് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് AI. നമ്മൾ 4th ഇൻഡസ്ട്രിയൽ റവല്യൂഷനിലാണ് എന്ന് പറയുന്നതിന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. AI എന്ന് പറയുന്ന പദം ഇത് 2020-ലോ 2024-ലോ വന്നതല്ല, 1956-ൽ തന്നെ കോയിൻ ചെയ്യപ്പെട്ട ഒരു പദമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ടെക്നോളജിയുടെ സഹായത്തോടു കൂടി അതിന് പ്രോഗ്രാം ചെയ്ത് നിർമ്മിത ബുദ്ധിയായി പ്രോഗ്രാം ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതാണ് AI അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി എന്ന് നമ്മൾ പറയുന്നത്. പക്ഷെ വളരെ സജീവമായിട്ട് നമ്മൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജനറേറ്റീവ് AI-യുടെ വരവോട് കൂടിയാണ്. AI വളരെ മുമ്പ് തന്നെയുണ്ട്. നമ്മൾ ഏകദേശം ഒരു കാൽക്കുലേറ്റർ ചെയ്യുന്ന വർക്ക് പോലും നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യമാണ്. കണക്ക് കൂട്ടുന്നതും കാര്യങ്ങളൊക്കെ അത് കാൽക്കുലേറ്റർ ചെയ്യുന്നത് മുതൽ AI വർക്ക് ചെയ്ത് തുടങ്ങുന്നുണ്ട്. നമ്മളെല്ലാവരും ഫേസ്ബുക്കിൽ ഒരു ഗ്രൂപ്പ് ഫോട്ടോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇന്നയാളല്ലേ, ഫേസ് റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് ഇത് ഇന്നയാളല്ലേ എന്ന് ഫേസ്ബുക്ക് നമ്മോട് ചോദിക്കുന്നതിൽ AI വർക്ക് ചെയ്യുന്നുണ്ട്. ഗൂഗിളിൽ നമ്മൾ ഒരു കാര്യം ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ സെർച്ച് ഹിസ്റ്ററി മനസ്സിലാക്കി ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം ഇതല്ലേ എന്ന് ഗൂഗിൾ നമ്മളോട് തിരിച്ചു ചോദിക്കുന്നതിൽ AI വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കൊരു സ്പാം ഇമെയിൽ നമ്മുടെ ഇമെയിലിലേക്ക് വരുമ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ അറിയാതെ തന്നെ സ്പാം ഫോൾഡറിലേക്ക് പോകുന്നതിൽ AI വർക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ഇതിനു മുമ്പ് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്നവരാണ് AI-യുടെ കാര്യം. പക്ഷെ ജനറേറ്റീവ് AI, ChatGPT ഉൾപ്പെടെയുള്ള, കോപ്പൈലറ്റ് ഉൾപ്പെടെയുള്ള, മെറ്റ AI ഉൾപ്പെടെയുള്ള, പെർപ്ലക്സിറ്റിയും ക്ലൗഡ് AIയും ഉൾപ്പെടെയുള്ള ജനറേറ്റീവ് AI-യുടെ വരവോട് കൂടിയാണ്
ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചുള്ള ചർച്ചകൾ നമുക്കിടയിൽ സജീവമാകുന്നത്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള വലിയ തോതിലുള്ള ഒരു ഇടപെടലുകൾ എല്ലാ വലിയ ബില്യണേഴ്സ് ഒക്കെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ആ രീതിയിൽ ഡെവലപ്പ് ചെയ്യാനൊക്കെ തുടങ്ങുന്നത് ജനറേറ്റീവ് എയുടെ, പ്രത്യേകിച്ച് ഓപ്പൺ എ ഡെവലപ്പ് ചെയ്ത ചാറ്റ് GPT വരവോട് കൂടിയാണ്. ഇത്രയും ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ ഇനി പറയാൻ പോകുന്ന കാര്യത്തോളം തന്നെ പ്രധാനമാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. ഓക്കെ, വിശദമായിട്ടുള്ള ഒരു ഡിസ്കഷനുള്ള സമയമില്ല. എത്തിക്കൽ കൺസേൺസ് കാര്യങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായി പറയേണ്ടതുണ്ട്. പക്ഷെ വളരെ ലിമിറ്റഡ് ആയ ടൈമിലുള്ള ഒരു സെഷൻ ആയതുകൊണ്ട് അതിലേക്കൊന്നും പോകുന്നില്ല. ഈ ചിത്രം നിങ്ങൾക്ക് കാണുമ്പോൾ എന്ത് തോന്നുന്നു? ഈ ചിത്രം മുമ്പ് കണ്ട് പരിചയമുള്ള ആൾക്കാർ ആ റോബോട്ടിന്റെ പേര് എനിബഡി ക്യാൻ കമന്റ്. സാരിയിട്ട ടീച്ചറുടെ പേര് അറിയാമോ? എനിബഡി? നബഡി? മായ അല്ലല്ലോ. സോഫിയാന. എല്ലാ പത്രങ്ങളിലൊക്കെ ഒരു ഹാഫ് പേജ് ഫീച്ചർ ഒക്കെ വന്നിരുന്നു. ഇറ്റ്സ് നോട്ട് സോഫിയ. നോബഡി. ആരെങ്കിലും ഒരാൾ അത് കമന്റ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഐറിസ് ആണ്. ഓക്കെ, സുൽത്താന അബ്ബാസ് കമന്റ് ചെയ്തിട്ടുണ്ട്. ഐറിസ് ആണ്. ഐറിസ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഞാനിത് ഈ ഒരു ചിത്രം ഇതിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ആഡ് ചെയ്തിട്ടുള്ളത് ടീച്ചേഴ്സും സ്റ്റുഡൻസ് ആണ് ഇതിലുള്ളത് എന്നുള്ളത് കൊണ്ടാണ്. നമുക്ക് ടീച്ചേഴ്സിനൊക്കെ ഒരു ആശ്വാസം ഉണ്ടാവും, നമ്മുടെ പരിപാടിയിലൊന്നും AI വരാൻ പോകുന്നില്ല. മറ്റു പല കാര്യങ്ങൾ ഓഫീസ് ഓട്ടോമേഷനിലേക്കൊക്കെയാണ് AI കടന്നു വരികയുള്ളൂ. ടീച്ചർമാരൊക്കെ എപ്പോഴും മുന്നിൽ പരിപാടി ടീച്ചർമാർ തന്നെ ചെയ്യും. അതിൽ AI ഒന്നും ഇനി നമ്മളെ റിപ്ലേസ് ചെയ്യാൻ പോകുന്നില്ല എന്നൊരു തോന്നൽ ടീച്ചേഴ്സിന് ഉണ്ടാകും. അപ്പൊ ആ തോന്നൽ പിന്നെ അസ്ഥാനത്താണ് ടീച്ചിങ് ഫീൽഡിൽ അടക്കം AI വരാൻ പോവുകയാണ്. വന്നു കഴിഞ്ഞു. ഇത് യൂറോപ്പിലെയോ അമേരിക്കയിലെയോ പിന്നെ കാര്യമല്ല. ഇത് തിരുവനന്തപുരത്തെ ഒരു വില്ലേജിലുള്ള സ്കൂളിൽ വന്ന ഒരു റോബോട്ടാണ്. ആക്ച്വലി ഒരു ചെറിയ ചാറ്റ് ബോട്ടാണ്. അതിന് സാരിയൊക്കെ എടുപ്പിച്ചൊന്ന് കോലൊക്കെ മാറ്റിയതാണ്. അങ്ങനെയൊക്കെ ആയാലേ നമുക്കൊരു ടീച്ചറാണ് എന്ന് തോന്നുകയുള്ളൂ, അല്ലെ? നമുക്ക് ടീച്ചർ എന്ന് പറയുമ്പോൾ ഒരു സാരിയൊക്കെ എടുത്ത് നമ്മുടെ മുന്നിൽ വരണം. അപ്പൊ ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടാൻ വേണ്ടി അതിനൊരു കോലം കെട്ടിയതാണ്. ചെറിയൊരു ചാറ്റ് ബോട്ടാണ്. ആക്ച്വലി ഇത് എഡ്യൂക്കേഷൻ സെക്ടറിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണ് അതിവിദൂരമല്ലാത്ത ഭാവിയിൽ. കാരണം സയൻസ് ഫിസിക്സിന് ഒരു ടീച്ചർ, കെമിസ്ട്രിക്ക് മറ്റൊരു ടീച്ചർ, ബയോളജിക്ക് വേറെ ടീച്ചർ, ലാംഗ്വേജ് പഠിപ്പിക്കാൻ വേറൊരു ടീച്ചർ, ഇങ്ങനെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ ടീച്ചേഴ്സിന്റെ ആവശ്യമില്ല. കുറച്ച് റോബോട്ടുകളെ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അവർ നോക്കും. അവർ കെമിസ്ട്രി അവർ പഠിപ്പിക്കും, സയൻസും പഠിപ്പിക്കും. സയൻസിൽ തന്നെ കെമിസ്ട്രിയും ബയോളജിയും ഫിസിക്സും ഒക്കെ അവർക്ക് പോകും, ബോട്ടണിയും പോകും, സുവോളജിയും പോകും. അപ്പോൾ 10 ടീച്ചർമാരെ ശമ്പളം കൊടുത്ത് നിർത്തേണ്ട ആവശ്യമില്ല. വലിയ കോച്ചിങ് സെന്ററുകൾ, പിന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പോകുന്ന സ്കൂളുകൾ, ഇവരൊക്കെ തന്നെ ഇനി റോബോട്ടുകളെ പരീക്ഷിച്ച് കൂടായില്ല. അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ചെലവ് ചുരുക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ആ രീതിയിലൊക്കെ പരീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫീൽഡിൽ അടക്കം AI അല്ലെങ്കിൽ റോബോട്ടുകൾ ടീച്ചിങ്ങിൽ ലേണിങ്ങിലും ഒക്കെ വരാൻ പോവുകയാണ്. വളരെ സഹിഷ്ണുതയോടുകൂടി കാര്യങ്ങൾ പ്രസന്റ് ചെയ്യും. എത്ര വേണമെങ്കിലും അവരോട് ചോദിക്കാം. നമ്മുടെ ടീച്ചർമാരെ പോലെ ചോദിച്ചു കഴിഞ്ഞാൽ ദേഷ്യപ്പെടൂല. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഏറ്റവും നന്നായിട്ട് പേഴ്സണലൈസ്ഡ് ആയിട്ട്, ഏറ്റവും ഇതിന്റെ ഇനി പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളുടെയും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് പേഴ്സണലൈസേഷൻ ആണ്. ലോകത്ത് AI എല്ലാം ചെയ്യുന്നത് നമുക്ക് ഏറ്റവും പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള റിസൾട്ടുകളും ആ രീതിയിലുള്ള ഇമ്പാക്റ്റുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് AI ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധർമ്മം. ഓക്കെ, വൺ മോർ ഒരു ആക്ടിവിറ്റി ആണ്. നിങ്ങളിൽ എത്രത്തോളം ഇതിൽ അവെയർ ആയിട്ടുള്ള AI വേൾഡിൽ എത്രത്തോളം അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് എന്ന് പരിശോധിക്കാനാണ്. എല്ലാവരും നിങ്ങൾക്ക് ഇതിൽ നിന്ന് കണ്ടുപരിചയമുള്ള നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ടൂളുകൾ ഉണ്ടെങ്കിൽ ആ ടൂളുകളുടെ പേര് ഇതിൽ കമന്റ് ചെയ്യാം. ചാറ്റ് GPT ഉണ്ട്. ചാറ്റ് GPT ഓക്കെ, അതല്ലാതെ വേറെ എന്തെങ്കിലും ടൂളുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം കമന്റ് ചെയ്യാം. നോഷൻ ഉണ്ട്, വെരി ഗുഡ്. ജെമിനി ഉണ്ട്, ക്വിസിസ് ഉണ്ട്, ബാർഡ് ഉണ്ട്, മെറ്റ ഉണ്ട്. മെറ്റ ഇല്ല ആക്ച്വലി. ബിങ്ങോ, നാപ്പ്, ഗാമ ഉണ്ട്, ഐഡിയോഗ്രാം നാപ്പ്, ഇൻവിഡിയോ നാപ്പ്. അതൊന്നും നിങ്ങൾ ഉപയോഗിക്കുന്ന ടൂളുകളാണ് പറയുന്നുണ്ടാവും അല്ലെ? ഇതിൽ കാണുന്ന ടൂളുകളിൽ നിങ്ങൾക്ക് പരിചയമുള്ള ടൂളുകൾ എഴുതാനാണ്. അവിടെ
ക്വസ്റ്റ്യൻസ് ഒക്കെ റേസ് ചെയ്യുന്നുണ്ട്. നമുക്ക് അവസാനം സമയമുണ്ടെങ്കിൽ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ എത്രയും ടൈം ഞാൻ ഓക്കെയാണ്, നമുക്ക് ചോദിക്കുകയും പറയുകയും ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് ഞാനിപ്പോൾ അഡ്രസ് ചെയ്യുന്നില്ല. ഓക്കെ, കോപ്പൈലറ്റ് ഉണ്ട്, ക്ലിയർ. ഇതെല്ലാം ഞാൻ ഡീറ്റെയിൽ നമ്മുടെ സെഷനിൽ വരുന്നില്ല, ജസ്റ്റ് ഒരു അസസ്മെന്റിന് വേണ്ടി ചെയ്തതാണ്. നോഷൻ ഉണ്ട്, മൈക്രോസോഫ്റ്റിന്റെ കോപ്പൈലറ്റ് ഉണ്ട്. ആക്ച്വലി ബിങ് തന്നെയാണ് കോപ്പൈലറ്റ്. ബിങ് അതിന്റെ ഒരു പൈലറ്റ് വേർഷൻ ആയിരുന്നു മൈക്രോസോഫ്റ്റ് പുറത്തിറക്കിയ. പിന്നീട് അത് കോപ്പൈലറ്റ് ആയിട്ട് റീബ്രാൻഡ് ചെയ്തു. നമുക്ക് ചാറ്റ് GPT പോലെ തന്നെ ഉപയോഗിക്കാവുന്ന ടൂളാണ്. കുറച്ചുകൂടി കോഡ് ജനറേഷൻ, ഇമേജ് ജനറേഷൻ ഒക്കെ കോപ്പൈലറ്റ് നമുക്ക് ഉപയോഗിക്കാം. ഗാമ ഒബ്വിയസ്ലി നമ്മുടെ സെഷനിൽ വരുന്നുണ്ട്. ഗാമ PPT പ്രസന്റേഷൻ, PPT മേക്കിംഗ്, അതുപോലെ വെബ് പേജുകൾ, വെബ്സൈറ്റുകൾ ഫ്രീ ആയിട്ട് നമുക്ക് ഒരു മിനിമൽ വെബ്സൈറ്റ് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്ന് നമ്മൾ സെഷനിൽ പഠിക്കും. വേർഡ് ട്യൂൺ ടീച്ചേഴ്സിന് നന്നായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ടൂളാണ്. പ്രത്യേകിച്ച് അക്കാദമിക് കോണ്ടന്റ് ജനറേഷൻ, പിന്നെ സമ്മറി ഉണ്ടാക്കാൻ, അതുപോലെ പാരാഫ്രൈസിങ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാവുന്ന ടൂളാണ് വേർഡ് ട്യൂൺ. ചാറ്റ് GPT ഇൻ ഡീറ്റെയിൽ പറയാനുണ്ട്. ഗൂഗിളിൻ്റെതാണ് ജെമിനി AI. ഗൂഗിള്, മൈക്രോസോഫ്റ്റ്, ഓപ്പൺ AI, മെറ്റ, ഇവരെല്ലാം വലിയൊരു കോമ്പറ്റീഷൻ, ഹെൽത്തി കോമ്പറ്റീഷൻ ആണ് ഈ AI സെക്ടറിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സൈഡർ ഉണ്ട്. സൈഡർ നമ്മൾ ഇൻ ഡീറ്റെയിൽ പറയുന്നില്ല. സൈഡറിന്റെ ഒരു ചാറ്റ് PDF എന്ന് പറയുന്ന ടൂള് നമ്മൾ ഇന്നത്തെ സെഷൻ പഠിക്കും. ക്വിസിസ് ഉണ്ട്, അതുപോലെ മൈക്രോസോഫ്റ്റിന്റെ തന്നെ മൈക്രോസോഫ്റ്റ് ഡിസൈനർ ആണത്. ഓക്കെ, നമുക്ക് സെഷൻ കണ്ടിന്യൂ ചെയ്യാം. വൺ മോർ ഇമ്പോർട്ടന്റ്, വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു കോട്ടോട് കൂടി നമ്മൾ ആരംഭിക്കുകയാണ്. സക്സസ്ഫുൾ പീപ്പിൾ ഡോണ്ട് ഡു ഡിഫറെന്റ് തിങ്സ് ബട്ട് ഡു തിങ്സ് ഡിഫറെന്റ്ലി. നിങ്ങൾ എല്ലാവരും ഇവിടെ അറൌണ്ട് എത്ര ആൾക്കാരുണ്ട്? 85 എഡ്യൂക്കേറ്റേഴ്സ് ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. 86 എഡ്യൂക്കേറ്റേഴ്സ്. നിങ്ങൾ എല്ലാവരും, ഇതൊരു ഓപ്പൺ പ്രോഗ്രാം ആണ്, ഫ്രീ ആയിട്ട് നമ്മൾ 5 പൈസ ഇൻവെസ്റ്റ് ചെയ്യാതെ നിങ്ങൾക്ക് പഠിക്കാവുന്ന ഒരു പ്രോഗ്രാം ആയിട്ട് പോലും 85 ആൾക്കാരാണ് ഇതിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഇതിൽ ജോയിൻ ചെയ്ത എല്ലാ ആൾക്കാരും ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരാണ്. നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് യു ആർ ബ്ലെസ്ഡ്. ഓക്കെ, അപ്പോൾ ഈ ഒരു മൈൻഡ് സെറ്റ് വളരെ പ്രധാനമാണ്. നമുക്ക് പഠിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ട്, പക്ഷെ നമ്മൾ തന്നെ അത് കണ്ടെത്തുകയും അല്ലെങ്കിൽ ആ രീതിയിൽ ഇംപ്രൂവ് ചെയ്യാത്തതാണ് പ്രശ്നം. സക്സസ്ഫുൾ പീപ്പിൾ ഡോണ്ട് ഡു ഡിഫറെന്റ് തിങ്സ് ബട്ട് ഡു തിങ്സ് ഡിഫറെന്റ്ലി. അതായത് നിങ്ങളെ പോലെ പഠിക്കുന്ന ആയിരക്കണക്കിന്, 10,000-കണക്കിന് കുട്ടികളുണ്ട്, 10,000-കണക്കിന് ടീച്ചേഴ്സിന്റെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അതിൽ നിന്ന് നിങ്ങൾ ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടെയുള്ള പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യാൻ എത്തിപ്പെടുന്നത് ആ ഒരു മൈൻഡ് സെറ്റ് കൊണ്ടാണ്. നിങ്ങൾ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് എല്ലാവരും ചെയ്യുന്നത് പോലെയല്ല, സംതിങ് ഡിഫറെന്റ് ആയിട്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ബെസ്റ്റ് വേർഷൻ ആയിട്ട്, ഒരു ബെസ്റ്റ് സ്റ്റുഡന്റ് ആയിട്ട് നിങ്ങൾക്ക് മാറാം, ബെസ്റ്റ് ടീച്ചർ ആയിട്ട് മാറാം. നിങ്ങളുടെ ഒരു ടീച്ചിങ് കമ്മ്യൂണിറ്റിയിൽ, നിങ്ങളുടെ സ്കൂളിലെ 20-30 വരുന്ന അധ്യാപകരിൽ ഏറ്റവും നല്ലൊരു അധ്യാപകനായിട്ട്, വേറിട്ട അധ്യാപകനായിട്ട് മാറാം. എല്ലാവരും ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നത് മാത്രമേ നിങ്ങൾക്ക് ഉള്ള ഉത്തരവാദിത്തമുള്ളൂ. ഓക്കെ, ആ രീതിയിൽ സക്സസ്ഫുൾ പീപ്പിൾ ഡോണ്ട് ഡു ഡിഫറെന്റ് തിങ്സ് ബട്ട് ഡു തിങ്സ് ഡിഫറെന്റ്ലി. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മോട്ടിവേഷണൽ പുസ്തകത്തിന്റെ പിന്നെ കവർ പേജിൽ എഴുതിയ വലിയൊരു കോട്ടാണ്. ഏതാണ് ആ പുസ്തകം എന്ന് എനിബഡി ക്യാൻ കമന്റ്? ഏത് പുസ്തകത്തിലാണ് നിങ്ങൾ ഈ കോട്ട് കണ്ടിട്ടുള്ളത്? യു ക്യാൻ വിൻ. വെരി ഗുഡ്. അനീസ മുംതാസ്. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. യു ക്യാൻ വിൻ എന്ന് പറയുന്ന മോട്ടിവേഷണൽ സ്പീക്കേഴ്സിന്റെ, പഴയകാല മോട്ടിവേഷണൽ സ്പീക്കേഴ്സിന്റെ വേദ പുസ്തകങ്ങളിൽ ഒന്നായ ശിവ് ഖേരയുടെ യു ക്യാൻ വിൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ ശിവ് ഖേരയുടെ വലിയ പോർട്രേറ്റിനോടൊപ്പം ചേർത്ത് വെച്ച ഒരു വാചകമാണിത്. സക്സസ്ഫുൾ പീപ്പിൾ ഡോണ്ട് ഡു ഡിഫറെന്റ് തിങ്സ് ബട്ട് ഡു തിങ്സ് ഡിഫറെന്റ്ലി. അപ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾ എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഓക്കെ, നമ്മൾ മാജിക് സ്കൂളിൽ നിന്ന് തുടങ്ങുകയാണ്. ആക്ച്വലി ഇതൊരു മാജിക് സ്കൂൾ അല്ല, ഇതൊരു മാജിക് യൂണിവേഴ്സിറ്റിയാണ്. ചാറ്റ് GPT മാത്രമല്ല നമ്മൾ സെഷനിൽ പഠിപ്പിക്കുന്നത്, വേറെയും ഒരുപാട് ടൂളുകൾ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അവസാനം വരെ നിങ്ങൾ നിൽക്കുക. ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഏറ്റവും അവസാനമാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് സെഷൻ കഴിയുന്നത് വരെ തന്നെ ഇതിൽ കണ്ടിന്യൂ ചെയ്യുക. എന്തായാലും ഈ സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെടും, 100% ഗ്യാരണ്ടിയാണ്. ഓക്കെ, മാജിക് സ്കൂളിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. മാജിക് സ്കൂൾ എന്ന് പറയുന്നത് ഒരുപാട് യൂട്ടിലിറ്റി ഉള്ള, ഹൺഡ്രഡ്സ് ഓഫ് യൂട്ടിലിറ്റി ഉള്ള, ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂളാണ്. ഞാൻ അതിന്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ ഇവിടെ നോക്കിയാൽ മതി, എല്ലാത്തിലും സൈനപ്പ് ചെയ്ത് പോകണം. അപ്പോൾ ഇപ്പോ ചെയ്യാൻ നിന്നാൽ നമ്മളെ ഫോളോ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഗൂഗിളിൽ
ഓക്കെ, ഗൂഗിളിൽ മാജിക് സ്കൂൾ എന്ന് ടൈപ്പ് ചെയ്തതിന് ഇങ്ങനെ ഒരു വിൻഡോയിലേക്ക് നിങ്ങൾക്ക് എത്താം. ലോഗിൻ ചെയ്യുക. സ്ക്രീന് കാണാതെ വരികയോ വോയിസ് കട്ട് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ പറയണേ. ഉണ്ടല്ലോ, ഇത്രയും ടൂളുകൾ ഇതിൽ അവൈലബിൾ ആണ്. ഇത് ഓരോന്ന് പറയാൻ നിന്നാൽ നമുക്ക് 5 മണിക്കൂർ സെഷൻ വേണ്ടി വരും ഈ ടൂള് മാത്രം പഠിക്കാൻ. കണ്ടില്ലേ, ഇമേജ് ജനറേറ്റർ ഉൾപ്പെടെ ഇഷ്ടംപോലെ ടൂളുകൾ. ഇതെല്ലാം ന്യൂ ആണ്, ഓരോ ദിവസം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ കാണിക്കാം. ടീച്ചേഴ്സിന് വേണ്ടിയാണ് ആദ്യത്തേത് ലെസൺ പ്ലാൻ. ഒരു ലെസൺ പ്ലാൻ ജനറേറ്റ് ചെയ്യാൻ, ഒരു മാനുവലി ജനറേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ സമയം നമുക്ക് എത്ര അറിയാം. ഓക്കെ, 10th ഗ്രേഡിൽ ഞാൻ ഒരു ചാപ്റ്റർ പഠിപ്പിക്കുന്നു, സയൻസ് ടീച്ചറാണ് എങ്കിൽ കെമിക്കൽ റിയാക്ഷൻ ഒരു പാഠം, കെമിക്കൽ റിയാക്ഷൻ പഠിപ്പിക്കണം. കെമിക്കൽ റിയാക്ഷൻ പഠിപ്പിക്കാൻ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾക്ക് വേണ്ട ലെസൺ പ്ലാൻ വിത്തിൻ 5 സെക്കൻഡ് റെഡിയാവുന്ന നിങ്ങൾക്ക് കാണാം. ഗ്രേഡ് ലെവൽ 10th കൊടുക്കുന്നു, കെമിക്കൽ റിയാക്ഷൻ കൊടുക്കുന്നു, ജനറേറ്റ് കൊടുക്കുന്നു. വേറെ ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. ജസ്റ്റ് കൊടുത്തത് 10th ഗ്രേഡ്, അതുപോലെ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ പേരാണ്. 5 സെക്കൻഡ് കൊണ്ട് എന്റെ ലെസൺ പ്ലാൻ റെഡിയായി കയ്യിൽ കിട്ടി. ഓക്കെ, ഇതിൽ ഒബ്ജക്റ്റീവ് വന്നിട്ടുണ്ട്, അസസ്മെന്റ് ഉണ്ട്, കീ പോയിന്റ്സ് ഉണ്ട്, ഓപ്പണിംഗ് ഉണ്ട്, ഇൻട്രൊഡക്ഷൻ ടു ന്യൂ മെറ്റീരിയൽ ഉണ്ട്, ഗൈഡഡ് പ്രാക്ടീസ് ഉണ്ട്, ഇൻഡിപെൻഡന്റ് പ്രാക്ടീസ് ഉണ്ട്, ക്ലോസിംഗ് ഉണ്ട്, എക്സ്റ്റൻഷൻ ആക്ടിവിറ്റി ഉണ്ട്, ഈവൻ ഹോംവർക്ക് അടക്കമുണ്ട്. സി, ഹോംവർക്ക് അസൈൻ സ്റ്റുഡൻസ് ടു റിസർച്ച് എ റിയൽ ലൈഫ് ആപ്ലിക്കേഷൻ ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ, ഫോട്ടോസിന്തസിസ്. ഇങ്ങനെ കണ്ടില്ലേ, എത്ര വേഗത്തിലാണ് നമ്മൾ, അത്രയും ടൈമാണ് നമുക്ക്, അത്രയും ടൈമും എനർജിയും നമുക്ക് ലാഭിക്കാം എന്നുള്ളതാണ് നിങ്ങൾ ഇനി പറയാൻ പോകുന്ന ഓരോ AI ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അത്രയും സമയം നമുക്ക് ലാഭിക്കാം. ഇങ്ങനെ ലെസൺ പ്ലാൻ നമുക്ക് റെഡിയാക്കാം. സ്റ്റുഡൻസിന് വേണ്ടി ഒരു കാര്യം പറയാം അടുത്തത്, കാരണം രണ്ടും മെയിൻറ്റെയിൻ ചെയ്ത് എനിക്ക് കൊണ്ടുപോകണം. സ്റ്റുഡൻസിന് വേണ്ടി നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണ് പഠിക്കുന്നത് അതിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അസസ്മെന്റുകൾ തയ്യാറാക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആ ചാപ്റ്ററിൽ വരാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഏത് ചോദ്യം നിങ്ങൾക്ക് പഠിക്കുക. 20 ചോദ്യം ഞാൻ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ കൊടുക്കുന്നു, ഗ്രേഡ് ലെവൽ 10th കൊടുക്കുന്നു. ഇവിടെ കെമിക്കൽ റിയാക്ഷൻ, കെമിക്കൽ റിയാക്ഷനുമായി ബന്ധപ്പെട്ട ടീച്ചേഴ്സിനും ഇത് ഉപയോഗിക്കാം കേട്ടോ. കെമിക്കൽ റിയാക്ഷനുമായി ബന്ധപ്പെട്ട് 20 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എനിക്ക് വേണം. ജസ്റ്റ് ഞാൻ ഗ്രേഡും നമ്പർ ഓഫ് ക്വസ്റ്റ്യനും ടോപ്പിക്കും കൊടുക്കുന്നു, ഞാനത് ജനറേറ്റ് ചെയ്യുന്നു. 10 സെക്കൻഡിനുള്ളിൽ നമ്മുടെ 20 ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനും ആൻസേഴ്സും റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾ ഇത് കണ്ടെത്താൻ എത്ര സമയം എടുക്കും? ഇത് ഓരോന്ന് ഞാനൊരു സയൻസ് ടീച്ചർ അല്ലാത്തതുകൊണ്ട് ഇതൊന്നും വായിക്കുന്നില്ല. ഇതിൽ പ്രോപ്പർ ആയിട്ടുള്ള ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. 20 ചോദ്യങ്ങൾ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാം ആ ചാപ്റ്ററിൽ നിന്ന് മാത്രമാണ് ആൻസേഴ്സ്, കംപ്ലീറ്റ് 20 ആൻസേഴ്സ് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഏത് ടോപ്പിക്, ഇത് സയൻസ് മാത്രമല്ല കേട്ടോ, ഏത് ടോപ്പിക്കും, ആകാശത്തിന്റെ ചുവട്ടിലുള്ള ഏത് ടോപ്പിക്കും കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ജനറേറ്റ് ചെയ്യാം. ഇതിൽ ഇമേജ് ജനറേറ്റർ ഉണ്ട്. ഇമേജ് ഒക്കെ ഇപ്പൊ എല്ലാവരും മെറ്റായി ഉപയോഗിച്ച് നമ്മുടെ വാട്സപ്പിൽ നിന്ന് തന്നെ ജനറേറ്റ് ചെയ്യുന്നതാണ്, അതുകൊണ്ട് അതൊന്നും കാണിക്കുന്നില്ല. ഇതിൽ നിങ്ങൾക്ക് വർക്ക്ഷീറ്റ് ജനറേറ്റ് ചെയ്യാം. സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ഒരുപോലെ ഉപയോഗപ്പെടുത്താവുന്ന വർക്ക്ഷീറ്റ്. ഇപ്പൊ നമ്മൾ 5th ഗ്രേഡ് സോളാർ സിസ്റ്റം പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ് എങ്കിൽ ഒരു വർക്ക്ഷീറ്റ് എന്ന് പറയുമ്പോൾ അതിൽ പല തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും. ജസ്റ്റ് നമ്മൾ ഗ്രേഡ് ലെവൽ കൊടുക്കുന്നു, കണ്ടില്ലേ, നമ്മുടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വന്നിട്ടുണ്ട്, വേർഡ് ബാങ്ക് വന്നിട്ടുണ്ട്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. എല്ലാത്തിന്റെയും ആൻസർ കീയും റെഡിയാണ്. ഈവൻ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസിന്റെ അടക്കം ആൻസേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് വർക്ക്ഷീറ്റ്സ് ജനറേറ്റ് ചെയ്യാം, ഇമെയിൽ ജനറേറ്റ് ചെയ്യാം, ഇമെയിലിന് റെസ്പോൺസ് ജനറേറ്റ് ചെയ്യാം, റൂബ്രിക്സ് ജനറേറ്റ് ചെയ്യാം, സർവേ ജനറേറ്റ് ചെയ്യാം. ഇങ്ങനെ ഇതെല്ലാം ഓരോന്ന് കാണിക്കുന്നില്ല. ടെക്സ്റ്റ് റീറൈറ്റ് ചെയ്യാം, യൂട്യൂബ് ലിങ്ക് കൊടുത്തിട്ട് ക്വസ്റ്റ്യൻസ് ജനറേറ്റ് ചെയ്യാം, ടെക്സ്റ്റ് സമ്മറൈസ് ചെയ്യാം, യൂണിറ്റ് പ്ലാൻ ജനറേറ്റർ ഉണ്ട്. ഇങ്ങനെ ഓരോന്നും ഈച്ച് ആൻഡ് എവറി ഓപ്ഷൻസ് ആർ വെരി യൂസ്ഫുൾ. നിങ്ങൾക്ക് ഓരോന്നും മാക്സിമം ലെവറേജ് എടുക്കാൻ പറ്റുന്ന വൊക്കാബുലറി ബേസ്ഡ് ടെക്സ്റ്റ് ഉണ്ട്. ഇനി പിന്നെ ഇതിൽ തന്നെ നിങ്ങൾ വേറൊരു ലെസൺ പ്ലാൻ കൂടി കാണിച്ചു തരാം. കുറച്ചുകൂടി സൂപ്പർബായിട്ടുള്ള ഒരു ലെസൺ പ്ലാൻ, വേറൊരു മോഡൽ 5E ടൈപ്പിലുള്ള ഒരു ലെസൺ പ്ലാൻ ഉണ്ട്, അതുകൂടി കാണിക്കാം. സിലബസ് ജനറേറ്റർ ഉണ്ട്, 5E മോഡൽ ലെസൺ പ്ലാൻ. ഓക്കെ, ടീച്ചേഴ്സിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് പിന്നെ ഏത് ടോപ്പിക്, ഇപ്പം 5th 10th ഗ്രേഡ്, പിന്നെ വേൾഡ് വാർ, ഗ്ലോബലൈസേഷൻ, ഇങ്ങനെ ഒരു ടോപ്പിക് കൊടുക്കുന്നു. നമ്മൾ ഇത് ജനറേറ്റ് ചെയ്ത് തന്നെ ഒരു 5E ഫോർമാറ്റിലുള്ള ലെസൺ പ്ലാൻ നമുക്ക് കിട്ടും. ഓക്കെ,
കണ്ടില്ലേ, എൻഗേജ്, എക്സ്പ്ലോർ, ഏത് ടോപ്പിക് കൊടുത്താലും എൻഗേജ്, എക്സ്പ്ലോർ, എക്സ്പ്ലെയിൻ, അതുപോലെ എലാബറേറ്റ്, ഇവാലുവേറ്റ്, ഏത് ടോപ്പിക്കിൽ ഇങ്ങനെ ഒരു 5 പാറ്റേണിൽ 5 പാറ്റേണിൽ നിങ്ങൾക്ക് പിന്നെ ലെസൺ പ്ലാൻ ജനറേറ്റ് ചെയ്യും. ഇങ്ങനെ അതിൽ ഓരോന്നും നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ് നോക്കിയാൽ മതി. അത്രയധികം യൂട്ടിലിറ്റി അതിലുള്ള ഒരു ടൂളാണ് മാജിക് സ്കൂളിൻ എന്ന് പറയുന്ന ടൂള്. ഇൻ ഡീറ്റെയിൽ നമ്മൾ ഇപ്പോൾ പറയുന്നില്ല, നമ്മൾ നെക്സ്റ്റ് ടൂളിലേക്ക് പോകുന്നു. നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ നോട്ട് ചെയ്ത് വെക്കാം അവസാനം, കാരണം നമുക്ക് അഡ്രസ് ചെയ്യാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ്. അടുത്ത ടൂള് മൈക്രോസോഫ്റ്റിന്റെ ടൂളാണ് ഇമ്മേഴ്സീവ് റീഡർ. എനിബഡി ഇമ്മേഴ്സീവ് റീഡർ ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യാമോ? ഇമ്മേഴ്സീവ് റീഡർ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ള ക്ലാസ്സിലോ മറ്റോ ഉപയോഗിച്ചിട്ടുള്ള ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ യെസ് എന്ന് കമന്റ് ചെയ്യാം. എന്റെ സെഷനിൽ മുമ്പ് പങ്കെടുത്ത ആൾക്കാരൊക്കെ പരിചയം ഉണ്ടാകും. എല്ലാ സെഷനിലും ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു ടൂളാണ് ഇമ്മേഴ്സീവ് റീഡർ. നോബഡി, ആരുമില്ല. ഓക്കെ, അപ്പൊ ഒരു പുതിയ ടൂളാണ് എല്ലാവർക്കും. ഇമ്മേഴ്സീവ് റീഡർ ഭയങ്കരമായിട്ടുള്ള AI ഇന്റഗ്രേറ്റഡ് ടൂളൊന്നും അല്ല, എങ്കിൽ പോലും നമുക്ക് നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന, പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ്സിലൊക്കെ ബാക്ക്വേർഡ് ആയിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള ലേണിംഗ് പ്രോബ്ലംസ് ഉള്ള കുട്ടികൾ ഉണ്ടാവും. ലേണിംഗ് ഡിസലക്സിയ എന്ന് പറയുന്ന അസുഖം 5ൽ 1 കുട്ടിക്ക് ഉണ്ട് എന്നാണ്. 20 കുട്ടികളുള്ള ഒരു ക്ലാസ് ആണ് നമ്മുടെ ക്ലാസ് എങ്കിൽ അതിൽ 5ൽ 1 ഒരു കുട്ടി എന്ന് പറയുമ്പോൾ ഒരു 4 കുട്ടികളെങ്കിലും ഇങ്ങനെ പ്രോബ്ലം ഉള്ള കുട്ടികൾ ഉണ്ടാവാം. ഡിസലക്സിയ എന്ന് പറയുമ്പം പിന്നെ അക്ഷരങ്ങൾ ചേർന്ന് കാണുന്നത് അല്ലെങ്കിൽ അക്ഷരങ്ങൾ ഇങ്ങനെ വിടർന്ന് കാണുന്നത്, ഇങ്ങനെ പലതരത്തിലുള്ള വിഷ്വൽ പ്രോബ്ലംസ് ഒക്കെ ഉള്ള കുട്ടികളുണ്ടാവും. അവർക്കൊക്കെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ലേണിംഗ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ഇമ്മേഴ്സീവ് റീഡർ. മൈക്രോസോഫ്റ്റിന്റെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള ടൂളാണ്. നമ്മൾ പെയ്ഡ് പൈസ കൊടുത്ത് ഉപയോഗിക്കേണ്ട ടൂളുകളൊന്നും ഇതിൽ പറയുന്നില്ല. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ടൂളുകൾ മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, ഇമ്മേഴ്സീവ് റീഡർ എന്ന് ടൈപ്പ് ചെയ്താൽ ഞാനിത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യാനുള്ളൊരു സമയമാണ് സ്ക്രീന്. ഇതിൽ വൺ നോട്ട് എന്ന് പറയുന്ന ടൂൾ നിങ്ങൾക്ക് എടുക്കാം, മൈക്രോസോഫ്റ്റ് ലേണിംഗ് ടൂൾ. ഇങ്ങനെ ഒരു സംഭവമാണ് കിട്ടുക. നമ്മൾ ആദ്യം ജസ്റ്റ് ഇതിന്റെ ഒരു വീഡിയോ കാണുകയാണ്. ഒരു 1 മിനിറ്റുള്ള വീഡിയോ ആണ്. ഇതിന്റെ യൂട്ടിലിറ്റി എന്താണ്, വീഡിയോ സൗണ്ട് ഓക്കെ ആണോ എന്നുള്ളത് ഒന്നൊരാൾ കമന്റ് ചെയ്യണേ. ഞാൻ ഓപ്പൺ ചെയ്താൽ The true purpose of education is to create possibility. It was a little hard for me. People laugh whenever I read sometimes. Well, they knew how to read, and I didn't. I will never be good at reading. I will probably be held back again. It highlights the words to know where I am. When it's reading, I see spaces between the words, and it's easy to focus on. The first time I actually could read that book, I was proud of myself. I was very proud of myself. Good job, Joey. When technology and education come together, possibility becomes reality. I want to read every book in here. ഓക്കെ, സ്ക്രീൻ കാണാത്തത് നെറ്റ്വർക്ക് ഇഷ്യൂ കൊണ്ടായിരിക്കും. ബാക്കിയുള്ള എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, നെറ്റ്വർക്ക് പ്രോബ്ലം ഉള്ളവർക്കാണ് സ്ക്രീൻ കാണാൻ പറ്റാതിരിക്കുക. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു യൂട്ടിലിറ്റി കണ്ടിട്ടുണ്ടോ? ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് തന്നെയാണ് എന്നാണ് പറയാൻ പോകുന്നത്. നിങ്ങളിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ട്രൈ ഇറ്റ് ഔട്ട് എന്ന് പറയുന്ന ഒരു വിൻഡോ കാണാം. ക്ലിക്ക് ചെയ്യാം. സോറി, നമ്മൾ സാമ്പിൾ ടു യൂസിൽ സിമ്പിൾ ടു യൂസിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഒരു ടെക്സ്റ്റ് നമുക്ക് കൊടുക്കാം. ഞാൻ ChatGPT ഉപയോഗിച്ച്
ഒരു ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യുന്നു. ഓക്കെ, എയെ കുറിച്ചുള്ള ഒരു 100 വാക്കുകൾ 100 വേർഡ്സ് ജനറേറ്റ് ചെയ്തു. ഞാനിവിടെ പേസ്റ്റ് ചെയ്യാണ്. ഓക്കെ, ചെറിയൊരു പാരഗ്രാഫ് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തേത് നമുക്കിത് പ്ലേ ചെയ്യിപ്പിക്കാം. Artificial intelligence, AI, refers to the simulation of human intelligence in machines that are designed to think and act like humans. ഫീമെയിൽ വോയിസിലേക്ക് മാറ്റാം. Humans. These machines are capable of learning from experience, adapting to new inputs, and performing tasks that Sound typically important require work, human huh? cognition, such as visual perception, speech recognition, decision-making, and language translation. AI technologies include machine learning, neural networks, and natural language processing. Processing. AI is revolutionizing various industries by enhancing efficiency, accuracy. ഒന്നാമത്തെ യൂട്ടിലിറ്റി അതാണ്. നമുക്ക് എത്ര വലിയ പാരഗ്രാഫും കൊടുത്ത് കുട്ടികളെ കൊണ്ട് അത് അങ്ങനെ ഒരു കേട്ടുകൊണ്ട് പഠിക്കുന്ന ആൾക്കാർക്ക് ആ രൂപത്തിൽ കേൾക്കാനുള്ള ഒരു സപ്പോർട്ട് നമുക്ക് കൊടുക്കാം. അത് സ്പീഡ് കൂട്ടിയിട്ടും കുറച്ചിട്ടും ഒക്കെ നമുക്ക് ഏത് ഭാഗവും കുട്ടികളെ കേൾപ്പിക്കാം. മറ്റൊന്ന്, പ്രത്യേകിച്ച് ലാംഗ്വേജ് ഗ്രാമർ ഒക്കെ പഠിപ്പിക്കുന്ന ഇംഗ്ലീഷ് ഗ്രാമർ ഒക്കെ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് ഉപകാരപ്പെടുത്താവുന്ന ടൂളാണ്. നമുക്ക് നൗൺസ് എല്ലാം ഇപ്പോൾ ഒരേ കളറിലേക്ക് ചേഞ്ച് ആയത് കാണാം. വേർബ്സ് എല്ലാം ഒരേ കളറിലേക്ക് ചേഞ്ച് ആയത് കാണാം. വലിയ ക്ലാസ്സിലെത്തിയിട്ടും അഡ്ജക്റ്റീവും അഡ്വേർബും കൺഫ്യൂഷൻ ആവുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ളവരെ കുറച്ച് ഇരുത്തി ഇങ്ങനെ ഒരു വിഷ്വൽ സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അത് ഫോക്കസ് മീൻസ് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഈ രൂപത്തിൽ പിന്നെ അഡ്ജക്റ്റീവും അഡ്വേർബും എല്ലാം ഡിഫറെന്റ് കളറുകളിലേക്ക് അതിന്റെ ഒരു ലേബൽസോട് കൂടി നമുക്ക് കൊടുക്കാം. ഓരോ വേർഡിന്റെയും മുകളിൽ കണ്ടില്ലേ, വേർബ് ആണോ, അഡ്ജക്റ്റീവ് ആണോ, നൗൺ ആണോ, ഈ രൂപത്തിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്കത് ചെയ്യാം. മറ്റൊന്ന്, ഇതിന്റെ ടെക്സ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ ടെക്സ്റ്റ് ആവശ്യാനുസരണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. വലുത് വേണോ ചെറുത് വേണോ, ഇത് പ്ലേ ചെയ്യുന്നതിനനുസരിച്ച് ഓരോ ടെക്സ്റ്റിന്റെ ബ്ലോക്കുകളായിട്ട് മാറുന്നത് കാണാം. പെട്ടെന്ന് ഫോളോ ചെയ്യാം. ടെക്സ്റ്റ് പ്രിഫറൻസ്, ബാക്ക്ഗ്രൗണ്ട് പ്രിഫറൻസ്, ഇതൊക്കെ നമുക്ക് ആവശ്യാനുസരണം ചേഞ്ച് ചെയ്യാം. ഇതിന്റെ ഫോണ്ട് കളർ ചേഞ്ച് ചെയ്യാം. മറ്റൊരു പ്രധാനപ്പെട്ട, ഇതിൽ എ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനിയാണ് എ വർക്ക് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു യൂട്ടിലിറ്റി എന്ന് പറയുന്നത്, നമ്മൾ ഇതിലുള്ള ഡിഫറെന്റ് വേർഡുകളിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനോട് യോജിച്ച ഒരു ഇമേജ് സപ്പോർട്ട്, നമുക്ക് ഗ്രാഫിക് സപ്പോർട്ട് നമുക്ക് കിട്ടും. എല്ലാ വേർഡിനും ഉണ്ടാവണമെന്നില്ല, ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതാണ്. ഹ്യൂമൺ എന്ന് പറയും, നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഹ്യൂമൺ കണ്ടില്ലേ, ഒരു ഡോഗിന്റെയും ഒരു കുട്ടിയുടെയും ഫോട്ടോ കാണിച്ചിട്ട് ഹ്യൂമൺ എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. ഹ്യൂമൺ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് വിഷ്വൽ ലേണേഴ്സിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ കൊടുക്കുന്നത്. ഓക്കെ, തിങ്ക് എന്ന് പറയുന്നത് ഒരു അബ്സ്ട്രാക്ട് ആയിട്ടുള്ള കാര്യമാണ്, പക്ഷെ അതിനെ പോലും നമ്മൾ വിഷ്വലൈസ് ചെയ്ത് കൊടുക്കുകയാണ്. തിങ്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, കണ്ടില്ലേ, 3 പിക്ചർ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾക്ക് മനസ്സിലായി ഈ തിങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്. അതല്ലാതെ നമ്മൾ എത്ര പറഞ്ഞാലും ചിലപ്പോൾ അവർക്ക് ക്ലിയർ ആവണമെന്നില്ല. മെഷീൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു വന്നു. ഇങ്ങനെ ഏത് പിക്ചർ ആണോ നമുക്ക് അവിടെ പിക്ചർ, കേപ്പബിൾ എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ ഓരോന്നിനും നമ്മൾ ഏത് വേർഡും അവിടെ തൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ വേർഡ് നമുക്ക് റീഡ് ചെയ്യിപ്പിക്കാം. അതിനോടൊപ്പം അതിനോട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇമേജ് കൂടി അവിടെ ജനറേറ്റ് ചെയ്ത് വരും. അതിനുള്ള ഒരു ടൂളാണ് ഇമ്മേഴ്സീവ് റീഡിങ്ങിന്റെ പലതരത്തിലുള്ള മൾട്ടിപ്പിൾ യൂട്ടിലിറ്റി ഉള്ള ടൂളാണ് ഇമ്മേഴ്സീവ് റീഡർ എന്ന് പറയുന്ന ടൂൾ. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ടൂളിലേക്ക് പോവുകയാണ്. ഓൾറെഡി 8:40 ആയിട്ടുണ്ട്. അടുത്തത് നമ്മൾ തുടക്കത്തിൽ കാണിച്ച ഗാമയാണ്. ഗാമ ഞാൻ പറയാൻ കാരണം അത്രയധികം യൂസേഴ്സ് ഉള്ള അറൌണ്ട് 50 മില്യൺ യൂസേഴ്സ് ഉള്ള ഒരു ടൂളാണ് ഗാമ. സ്റ്റിൽ നിങ്ങൾ ഗാമ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ആ 50 മില്യണിൽ നിങ്ങൾ ഇല്ല എന്നാണ് അർത്ഥം. അത്രയധികം യൂസേഴ്സ് ഉള്ള ഒരു പിന്നെ ടൂളാണ് ഗാമ എന്ന് പറയുന്ന ടൂള്. ആ രീതിയിൽ നമുക്ക് PPT ജനറേറ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ നമുക്ക് വെബ് പേജുകൾ ജനറേറ്റ് ചെയ്യാൻ ഒക്കെ നമുക്ക് സഹായിക്കുന്ന, നമുക്ക് ഉപയോഗിക്കാവുന്ന ടൂളാണ് ഗാമ. ഓക്കെ, ഗാമയുടെ
ഫീച്ചേഴ്സിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്ന് സൈനപ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. ഏത് ടോപ്പിക്കിലും പ്രസന്റേഷൻ വിത്തിൻ സെക്കൻഡ് പ്രസന്റേഷൻ റെഡി ആവുന്നത് എങ്ങനെയാണ് എന്ന് നമ്മളിപ്പോൾ കാണും. ഒരു PPT ഉണ്ടാക്കാൻ എത്ര മാത്രം സമയം നമുക്ക് ആവശ്യമുണ്ട്. 2 പാർട്ട് ഉണ്ട്. അതിന്റെ ഒരു ഡിസൈൻ പാർട്ട് ഒരു ഭാഗത്തുണ്ട്, അതിന്റെ ഒരു എസ്തെറ്റിക് മീൻസ് അതിന്റെ ഒരു കോണ്ടന്റ് പാർട്ട് മറ്റൊരു ഭാഗത്തുണ്ട്. ഇത് രണ്ടും ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് ഗാമ വർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഗാമ ഉൾപ്പെടെ ഒരുപാട് പ്രസന്റേഷൻ ടൂളുകൾ ഉണ്ട്. എല്ലാം വർക്ക് ചെയ്യുന്നത് അതിന്റെ 2 പാർട്ടും ആണ്. ഡിസൈൻ പാർട്ടും ഉണ്ട്, ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ് പാർട്ടും അതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. സോറി, സ്ക്രീൻ കാണാലോ. ഗൂഗിളിൽ ഗാമ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വരുന്ന വെബ്സൈറ്റ് തന്നെയാണ്. ഗാമ ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങൾ സൈനപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പോകും. ആദ്യം ടീച്ചറാണോ സ്റ്റുഡൻ്റ് ആണോ എന്നൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും. അതൊക്കെ പ്രോപ്പറായിട്ട് തന്നെ കൊടുക്കുക. അവസാനം എത്തുന്ന വിൻഡോ ആണിത്. ഓക്കെ, ഞാൻ ഓൾറെഡി സൈനപ്പ് ചെയ്ത് ഉപയോഗിക്കുന്നത് കൊണ്ട് ഇങ്ങനെ കാണുന്നതാണ്. ക്രിയേറ്റ് ന്യൂ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മളിതിൽ പോപ്പുലർ ആയിട്ടുള്ള ജനറേറ്റ് കൊടുക്കുന്നു. എനിബഡി ക്യാൻ കമന്റ് എ ടോപ്പിക് ദർ ഇൻ ദ ചാറ്റ് ബോക്സ്. വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് നമ്മൾ ചൂസ് ചെയ്യും. എന്തെങ്കിലുമൊക്കെ ഒരു ടോപ്പിക് നിങ്ങൾ ടൈപ്പ് ചെയ്തോളൂ. നമുക്കൊരു PPT, പുതിയൊരു PPT ജനറേറ്റ് ചെയ്യാണ്. അതിന് സഹായകം മീൻസ് അതിന് നമുക്ക് വേണ്ട ഒരു ടോപ്പിക് നാച്ചുറൽ ഡിസാസ്റ്റർ. ഓക്കെ, നാച്ചുറൽ ഡിസാസ്റ്റർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ അതിന്റെ ഒരു PPT മീൻസ് ജനറേറ്റ് ചെയ്യാണ്. ഓക്കെ, നാച്ചുറൽ ഡിസാസ്റ്റർ നമ്മൾ കൊടുക്കുന്നു. ജനറേറ്റ് ഔട്ട്ലൈൻ കൊടുക്കുന്നു. ആദ്യം ഇതിൽ ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള 8 സബ് ടോപ്പിക്കുകൾ വരും. ഇൻട്രൊഡക്ഷൻ ടു നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, ടൈപ്സ് ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, കോസസ് ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, ഇമ്പാക്ട്സ് ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, ഡിസാസ്റ്റർ പ്രിപ്പയർ എങ്ങനെയാണ്, എമർജൻസി റെസ്പോൺസ് ആൻഡ് റിലീഫ് എഫേർട്സ്, ഡിസാസ്റ്റർ റിക്കവറി ആൻഡ് റീബിൽഡിംഗ്, കൺക്ലൂഷൻ ആൻഡ് കീ ടേക്ക് അവേസ്. ഓക്കെ, ഇതിലൊന്നും ഞാൻ മാറ്റം വരുത്തുന്നില്ല. ഇതൊക്കെ ഓക്കെയാണ്. മീഡിയം, ബ്രീഫ്, ഡീറ്റെയിൽ ഇതൊക്കെ മീഡിയം തന്നെയാണ്. എനിക്ക് അതിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. കണ്ടിന്യൂ കൊടുക്കുന്നു. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ഇതിന്റെ ഡിസൈൻ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഏത് ഇഷ്ടം പോലെ ഒരു 100s ഓഫ് ഡിസൈൻസ് അവൈലബിൾ ആണ്. ഏറ്റവും സൂപ്പർ എന്ന് തോന്നുന്ന നിങ്ങളുടെ ഒരു എസ്തെറ്റിക്സിനനുസരിച്ചുള്ള ഒരു ഡിസൈൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ഞാനൊരു ഈ ഒരു ഡിസൈൻ എടുക്കുന്നു. വേറെ ഒന്നും ചെയ്യുന്നില്ല, ഞാനിത് ജനറേറ്റ് കൊടുക്കുന്നു. ഓക്കെ, ഒരു വിത്തിൻ 1 മിനിറ്റ്, ഒരു 30 സെക്കൻഡ് കൊണ്ട് ഇതിന് വേണ്ട നാച്ചുറൽ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട ഏറ്റവും നല്ല ടോപ്പിക്, ഏറ്റവും നല്ല HD പിക്ചേഴ്സോട് കൂടി, ഏറ്റവും നല്ല അലൈൻമെന്റോട് കൂടി ടോപ്പിക് ജനറേറ്റ് ആവുന്നത് നിങ്ങൾക്ക് കാണാം. സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ. യാ, ഇൻട്രൊഡക്ഷൻ ടു നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് മുതൽ വരുന്നുണ്ട്. എത്രയും വന്നിട്ടുണ്ട്. ഇമേജ് ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം. അതിലൊന്നും ഞാൻ നിൽക്കുന്നില്ല, ചേഞ്ച് ചെയ്യാൻ നിൽക്കുന്നില്ല. ജസ്റ്റ് ഞാൻ ഇത് നേരെ PDF ആക്കിയാണ്. 3 ഡോട്ട്സ് കൊടുക്കുന്നു, ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, എക്സ്പോർട്ട് കൊടുക്കുന്നു, PDF കൊടുക്കുന്നു. ഓക്കെ, നമുക്ക് 1 മിനിറ്റ് പോലും സമയം ആവശ്യമായി വന്നില്ല. ഏറ്റവും നല്ല റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്, ഡേറ്റയുടെ സപ്പോർട്ടോട് കൂടിയുള്ള ഒരു PPT റെഡിയാവാൻ നമുക്ക് ഒരു വിത്തിൻ
2 മിനിറ്റ്സ് ആണ് നമുക്ക് മാക്സിമം ഇതിൽ സ്പെൻഡ് ചെയ്യേണ്ടി വന്നത്. ഇതിൽ കുറച്ചുകൂടി ഇരുന്ന് നമുക്ക് പിന്നെ സബ് ടോപ്പിക്സും അല്ലെങ്കിൽ ഇതിലൊക്കെ കോണ്ടന്റ് ഒക്കെ നമ്മൾ പിന്നെ നമുക്ക് നമ്മുടേതായ രീതിയിൽ മോഡിഫൈ ചെയ്യാവുന്നതാണ്. അതൊന്നും ചെയ്യാതെ തന്നെ നമ്മൾ സെയിം PDF എടുക്കുന്നു. നോർമലി ഇറ്റ് ടേക്സ് ഓൺലി 30 seconds ടു എക്സ്പോർട്ട്, ബട്ട് നൗ ഒരു 3-4 days ആയിട്ട് ഇത് കുറച്ച് കൂടുതൽ സമയം എടുക്കുന്നുണ്ട്. എന്താ അറിയില്ല, മേ ബി ഇതൊക്കെ ചിലപ്പോൾ പെയ്ഡ് ആവാം കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ. ഇപ്പോൾ ഫ്രീ ആണ്, സ്റ്റിൽ ഇപ്പോൾ ഫ്രീ ആണ്, ഉപയോഗിക്കുന്ന ഈ സമയം വരെ ഫ്രീ ആണ്. ഈ ടോപ്പ് പ്ലസ് അക്കാദമി അക്കൗണ്ടിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ. നിങ്ങളുടെ പേര് വരും ഇവിടെ, മെയ്ഡ് വിത്ത് ഗാമ. ഇതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങളിപ്പോൾ എന്താണ് കാണുന്നത്? സ്ക്രീനാണോ PDF ആണോ? ഓ, നിങ്ങൾ PDF അല്ല കാണുന്നത് അല്ലേ? ഞാൻ അത് കൂടി കാണിച്ചു തരാം. ഓക്കെ, കണ്ടില്ലേ? ഇത് നമുക്ക് ലിമിറ്റ് ഉണ്ട്, കംപ്ലീറ്റ്ലി ഫ്രീ അല്ല. ഇവരാരും തന്നെ ഇത് ഡെവലപ്പ് ചെയ്യുന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ ഉഷാറാക്കാനോ നമ്മുടെ ടീച്ചിങ്ങോ ലേണിങ്ങോ നന്നാക്കാൻ വേണ്ടി അല്ല ഇത് ഉണ്ടാക്കുന്നത്. ഇത് അവരുടെ ബിസിനസ് ആണ്. കോടികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഓരോ ടൂളും ക്രിയേറ്റ് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് കുറച്ച് ഒരു 10-15 PPT മാത്രമാണ് ഒരു അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇവിടെ കമന്റ് ചെയ്തതുപോലെ ഫ്രീമിയം എന്നാണ് നമ്മൾ ഇതിനെ പറയാ. കുറച്ച് നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ച് കാണുമ്പോൾ ഇതിന്റെ ഒരു പ്രീമിയം നമ്മൾ പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഒരു പർപ്പസ്, അല്ലെങ്കിൽ ഇവരുടെ ഒരു ഒബ്ജക്റ്റീവ്. ആ രൂപത്തിലാണ് നമുക്ക് ഫ്രീ ആയിട്ട് ഇതെല്ലാം തരുന്നത്. ഇതേപോലെ വെബ് പേജും എല്ലാം ജനറേറ്റ് ചെയ്യാൻ ഈ ഗാമ ഉപയോഗിച്ച് പറ്റും. സമയത്തിന്റെ പരിമിതി മൂലം നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. PPTയിൽ നമ്മൾ അത് വൈൻഡപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് ക്വിസ്ലെറ്റ് ആണ്. ക്വിസ്ലെറ്റ് എന്ന് പറയുന്നത് നമുക്ക് സ്റ്റുഡൻസിന്, പ്രത്യേകിച്ച് സ്റ്റുഡൻസിന് ഒരു റിവിഷൻ പേർപ്പസിന് വേണ്ടി ഉപയോഗിക്കാവുന്ന ടൂളാണ്. ഏത് ടോപ്പിക് ആണെങ്കിലും ഒരു ഫ്ലാഷ് കാർഡുകളുടെ, മില്യൺ കണക്കിന് ഫ്ലാഷ് കാർഡുകളുടെ ഒരു ലൈബ്രറിയാണ് ക്വിസ്ലെറ്റ്. ക്വിസ്ലെറ്റ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടതെന്നുള്ളത്. ഗൂഗിളിൽ ക്വിസ്ലെറ്റ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ആദ്യം കാണുന്ന വെബ്സൈറ്റ് തന്നെയാണ്. ഇങ്ങനെ ഒരു പിന്നെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോയിലേക്ക് എത്തും. നമുക്ക് വേണ്ട ടോപ്പിക് ഇവിടെ കൊടുക്കുക. ഫോർ എക്സാമ്പിൾ പിന്നെ വേൾഡ് വാറിനെ കുറിച്ച് ഞാൻ പഠിക്കുമ്പം വേൾഡ് വാർ 1 ഇതിനെ കുറിച്ചുള്ള ഒരു ലാസ്റ്റ് ഡേ റിവിഷന് വേണ്ടി നമുക്ക് പഠിക്കാൻ വേണ്ടി വേൾഡ് വാർ എന്ന് കൊടുക്കുമ്പോൾ വേൾഡ് വാറുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഫ്ലാഷ് കാർഡുകൾ ഇതിൽ ലഭ്യമാണ്. നമ്മളത് ഓപ്പൺ ചെയ്യുന്നു. ഇതിൽ ഫ്ലാഷ് കാർഡ്സ് എടുക്കുന്നു. കണ്ടില്ലേ, ഓരോ ആൾക്കാർ ഇത് അതുമായി ബന്ധപ്പെട്ട പിന്നെ കീവേഡുകളാണ്. ആരാണ്? ഓസ്ട്രിയ, ഹംഗറി. അപ്പൊ വേൾഡ് വാർ 1 ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട 2 രാജ്യങ്ങളാണ് ഓസ്ട്രിയ, ഹംഗറി. അപ്പൊ അവരെങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്? നെക്സ്റ്റ് ഇതൊക്കെ റീഡ് ചെയ്യിപ്പിക്കാം നമുക്ക്. The Central Power Empire during WWI started the war with their invasion of Serbia after the assassination of Archduke Ferdinand on June 28, 1914. It was made up of Austria, Hungary, and several other nations and territories. After World War I, it split up into several nations. ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട പേരുകളാണ് കേട്ടാ, കീവേഡുകൾ, അതിന്റെ ആൾക്കാർ അല്ലെങ്കിൽ അതിന്റെ സംഭവങ്ങൾ ഒക്കെയാണ് ഇതിലുള്ളത്. ഓരോന്നും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണെന്ന് മനസ്സിലാവും. ഈ രൂപത്തിലാണ് ഫ്ലാഷ് കാർഡുകൾ വർക്ക് ചെയ്യുന്നത്. ആ രൂപത്തിൽ നമുക്കത് പഠിക്കാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഡിഫറെന്റ് ടോപ്പിക്കുകളിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ടൂളാണ് ക്വിസ്ലെറ്റ് എന്ന് പറയുന്ന ടൂള്. പ്രത്യേകിച്ച് സ്റ്റുഡൻസിനൊക്കെ ഏത് ടോപ്പിക്കിലും അവർ പഠിക്കുന്ന ടോപ്പിക്കുകളിൽ പിന്നെ ഒരു ഫ്ലാഷ് കാർഡ് പോലെ ഒരു ഫൈനൽ റിവിഷന് വേണ്ടി ഉപയോഗിക്കാൻ പിന്നെ ക്വിസ്ലെറ്റ് ഉപയോഗിക്കാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ ചാറ്റ് PDF ആണ്. സൈഡർ AI നമ്മൾ കാണിച്ചിരുന്നു. സൈഡർ AI എന്ന് പറയുന്നത് ആക്ച്വലി ഗൂഗിളിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് സൈഡർ AI.
നമുക്ക് ചാറ്റ് പിന്നെ എന്ത് നമ്മൾ ഗൂഗിളിൽ എന്ത് ബ്രൗസ് ചെയ്യുമ്പോഴും നമ്മുടെ കൂടെ ഇപ്പൊ എന്റെ കൂടെ എപ്പോഴും സൈഡർ എ ഉണ്ട്, ഞാൻ എപ്പോഴും സൈഡർ എ പിന്നെ അത് പിന്നെ എക്സ്റ്റൻഷൻ ആഡ് ചെയ്തുകൊണ്ട് എപ്പോഴും എന്ത് ടൈപ്പ് ചെയ്യുമ്പോഴും സൈഡർ എ കൂടി വരും. അതുപോലെ നമുക്ക് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് സൈഡർ എ. പക്ഷെ അത് നിങ്ങൾ ഉപയോഗിച്ച് യൂസ്ഡ് ആകുമ്പോഴേ അത് പറഞ്ഞാൽ ക്ലിയർ ആകും, അതുകൊണ്ട് അതിലേക്ക് ഞാൻ വരുന്നില്ല. അതിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ലൊരു പിന്നെ യൂട്ടിലിറ്റി ഉള്ള ഒരു ടൂളാണ് ചാറ്റ് PDF എന്ന് പറയുന്ന ഒരു വിൻഡോ. അത് മാത്രം കാണിച്ചു തരാം. ഗൂഗിളിൽ സൈഡർ AI എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാറ്റ് PDF ലഭ്യമാണ്. എന്താണ് ഈ ചാറ്റ് PDF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. അതായത് നമ്മൾ ചാറ്റ് GPTയോട് ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ജനറൽ ആയിട്ടുള്ള ആൻസർ ആണ് നമുക്ക് തരിക. ഓക്കെ, ചാറ്റ് GPTയോട് നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ചാറ്റ് GPTക്ക് പ്രോഗ്രാം ചെയ്യപ്പെട്ട വലിയ LLM എന്ന് പറയും, ലാർജ് ലാംഗ്വേജ് മോഡലാണ് ചാറ്റ് GPT. അപ്പൊ അതിൽ ഒരുപാട് കാര്യങ്ങൾ അതിൽ പ്രോഗ്രാം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ എടുത്തിട്ടാണ് ചാറ്റ് GPT നമുക്ക് തരുന്നത്. പക്ഷെ ഒരു പെർട്ടിക്കുലർ ഡോക്യുമെന്റിൽ നിന്നാണ്, പ്രത്യേകിച്ച് നമ്മൾ പഠിക്കുമ്പോഴൊക്കെ നമുക്ക് ഒരു പെർട്ടിക്കുലർ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡോക്യുമെന്റിൽ നിന്നാണ് നമുക്ക് കാര്യങ്ങൾ വേണ്ടത്. അപ്പൊ അതിനു വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്ന ടൂളാണ് ചാറ്റ് PDF. അപ്പൊ ആ PDF ഇപ്പം 300-400 ഒക്കെ പേജുള്ള PDF അത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് അതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ, അതിൽ നിന്ന് 100 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ജനറേറ്റ് ചെയ്യാം, അതിൽ നിന്ന് സമ്മറൈസ് ചെയ്തുകൊണ്ട് സബ് ടോപ്പിക്കുകൾ ജനറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിൽ നിന്ന് കാര്യങ്ങൾ ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ ഡോക്യുമെന്റിനോട് നമ്മൾ ചാറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ചാറ്റ് PDF ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ഇതിൽ വന്നു കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും മുകളിൽ ചാറ്റ് PDF എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് PDF ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്യാം. എന്തെങ്കിലും ഒരു PDF ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാം. ലൈക്ക് ഒരു ഹിസ്റ്റോറിയോഗ്രഫി, ഒരു 50 പേജുള്ള ഒരു PDF ആണ്. ഞാനത് അപ്ലോഡ് ചെയ്യുന്നു. കണ്ടില്ല, 50 പേജുള്ള ഒരു PDF അതിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനോട് നമ്മൾ ചാറ്റ് ചെയ്യാണ്. നമ്മൾ ഈ പിന്നെ സമ്മറൈസ് ദിസ് ഹോൾ ഡോക്യുമെന്റ് ഇൻടു 100 വേർഡ്സ്. ഈ മൊത്തം 50 പേജുള്ള PDF എനിക്ക് 100 വേർഡ് ആക്കിയിട്ട് സമ്മറൈസ് ചെയ്ത് തരണം. ഓക്കെ, കണ്ടില്ലേ, വിത്തിൻ സെക്കൻഡ് അത് സമ്മറൈസ് ചെയ്ത് വന്ന് ഇപ്പൊ 100 വേർഡിലേക്കായി മാറി. എനിക്ക് കൺവേർട്ട് ദിസ് ഡോക്യുമെന്റ് ഇൻടു 25 MCQ വിത്ത് ആൻസേഴ്സ്. ഓക്കെ, ഇത് മൊത്തം ഇതിൽ നിന്ന് പിന്നെ എന്ത് ചെയ്യണം, നെറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ ഉപയോഗപ്പെടുത്താം. 25 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സ് ആയിട്ട് വരികയാണ്. ഇതിൽ ഈ ഡോക്യുമെന്റിലുള്ള 25 ചോദ്യങ്ങൾ, ഈ ഡോക്യുമെന്റിനെ ഏറ്റവും പ്രധാനപ്പെട്ട 25 ചോദ്യങ്ങളാക്കി മാറ്റുന്നു. ആ രൂപത്തിൽ വന്നു. ഓക്കെ, ഗിവ് മീ 5 essay questions regarding this text. ഈ ടെക്സ്റ്റ് ബേസ് ചെയ്തുകൊണ്ട് എനിക്ക് 5 essay ക്വസ്റ്റ്യൻസ് മാത്രം ചോദിക്കുകയാണ്. കണ്ടില്ലേ, ഡിസ്കസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഹിസ്റ്റോറിയോഗ്രഫി. ഇങ്ങനെ വാട്ട് എവർ ഇറ്റ് മേ ബി, ഓരോ നമുക്ക് ട്രൈ ചെയ്യാനുള്ള സമയമില്ല. ഇങ്ങനെ എന്തും നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ ഡോക്യുമെന്റ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ രൂപത്തിൽ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് ഉപയോഗപ്പെടുത്താവുന്ന ഒരു ടൂളാണ് ചാറ്റ് PDF എന്ന് പറയുന്ന സൈഡർ എയുടെ ചാറ്റ് PDF എന്ന് പറയുന്ന ടൂൾ. നമ്മൾ നെക്സ്റ്റ് ഇനി ഒരു 2 ടൂൾ, ചാറ്റ് GPT ഉൾപ്പെടെ 2 ടൂൾ മാത്രമേ നമുക്കിനി ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട ടൂൾ ഞാനിത് ഡെമോ കാണിക്കുന്നില്ല. മാത്ത് GPT എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട്. മാത്ത് GPT Pro ആണ്. മാത്സ് ടീച്ചേഴ്സിനൊക്കെ ഉപയോഗപ്പെടുത്താവുന്ന ഒരു ടൂളാണ്. ആക്ച്വലി ചാറ്റ് GPTയിൽ നമുക്ക് നിലവിൽ എന്തെങ്കിലും ഇമേജ് ഒക്കെ പിന്നെ അപ്ലോഡ് ചെയ്തുകൊണ്ട്
കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രയാസമുണ്ട്. മേ ബി വളരെ പെട്ടെന്ന് തന്നെ അതൊക്കെ അപ്ഡേറ്റ് ആവും എന്ന് വിചാരിക്കുന്നു. പക്ഷെ കുറച്ചുകൂടി ഇത് മാത്തിന് മാത്രമായിട്ട് ഓരോന്നിനും പെർട്ടിക്കുലർ ആയിട്ട് ഇപ്പൊ SAGPT ഉണ്ട്, SAക്ക് മാത്രമായിട്ട്, അങ്ങനെ ഓരോന്നിനും പെർട്ടിക്കുലർ ആയിട്ട് ഡിസൈൻ ചെയ്യപ്പെട്ട ഡെവലപ്പ് ചെയ്യപ്പെട്ട ടൂളുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ടുള്ള, കുറച്ചുകൂടി പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള, കുറച്ചുകൂടി അക്യുറേറ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് നമുക്ക് ജനറേറ്റ് ചെയ്ത് വരും. ഓക്കെ, ആ രൂപത്തിൽ MathGPT Pro നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഡെമോ ഞാൻ കാണിക്കുന്നില്ല. MathGPT Pro ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന വെബ്സൈറ്റ് തന്നെയാണ്. നിങ്ങൾക്ക് എത്ര കോംപ്ലക്സ് ആയിട്ടുള്ള മാത്ത് പ്രോബ്ലം ആണെങ്കിലും ജസ്റ്റ് നിങ്ങൾ അതൊരു ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ അതിന്റെ ഒരു ഇമേജ് നിങ്ങൾ അതിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കംപ്ലീറ്റ് റൂട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു കംപ്ലീറ്റ് സോൾവ് ചെയ്തുകൊണ്ടുള്ള ആൻസേഴ്സ് നിങ്ങൾക്ക് ലഭിക്കും. ആ രൂപത്തിൽ ഉപയോഗിക്കാവുന്ന ടൂളാണ് MathGPT Pro. ഓക്കെ, അവസാനം നമ്മൾ ChatGPTയിലേക്ക് വരികയാണ്. ChatGPT വരുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ChatGPT ഇതിൽ വളരെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ എല്ലാവരും ChatGPT ഉപയോഗിക്കുന്നവർ തന്നെയാണ്. ChatGPT ഇൻ ഡീറ്റെയിൽ 1 hour അല്ലെങ്കിൽ ഒരു 2 hour സെഷൻ ക്ലാസ് ChatGPT മാത്രമേ ഞാൻ ചെയ്യലുണ്ട്. അപ്പൊ അതാണ് ഒരു 5 മിനിറ്റ് കൊണ്ട് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പൊ അത്രയും നമുക്ക് പറയാനുള്ള സമയമില്ല, ലിമിറ്റേഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ChatGPTയും ഗൂഗിളും തമ്മിൽ എങ്ങനെയാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്? അപ്പൊ പലപ്പോഴും നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്ന കാര്യമാണ്, നമ്മളെല്ലാവരും ഗൂഗിൾ ഉപയോഗിച്ചിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നവരാണ്. ഇത്രയും കാലം നമ്മൾ ഗൂഗിൾ തന്നെയാണ് ഉപയോഗിച്ചത്, പിന്നെ പുതുതായിട്ട് എന്തിനാണ് ChatGPT ഉപയോഗിക്കുന്നത്, ഗൂഗിൾ തന്നെ നമുക്ക് ഉപയോഗിച്ചാൽ പോരെ എന്ന് ചിന്തിക്കുന്ന ബിഗിനേഴ്സ് എല്ലാവരും അങ്ങനെയാണെന്നല്ല, ബിഗിനേഴ്സ് അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. ആ ഒരു ക്ലാരിറ്റി കൂടി വരുത്തിയിട്ട് വേണം ChatGPT നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. ഇപ്പൊ ഇന്ന് എനിക്ക് ഒരാൾ മെസ്സേജ് ചെയ്തത്, ക്ലാസ്സിൽ നമ്മളെ വർക്ക്ഷോപ്പിൽ അറ്റൻഡ് ചെയ്ത ആളാണ്, ChatGPTയിൽ നിന്ന് എസ്കേപ്പ് ആകാൻ പറ്റുന്നില്ല, എന്ത് കാര്യം വരുമ്പോഴും ChatGPTയിൽ അഡിക്റ്റഡ് ആണെന്നാണ്. വാട്സാപ്പിൽ ഒരു മെസ്സേജ് കമന്റ് ഇടണമെങ്കിൽ പോലും ChatGPTയിൽ നിന്ന് പിന്നെ ചോദിച്ച് സജഷൻ വാങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ തോട്ട് പ്രോസസ് ഡെഡ് ആവും, നമ്മളിത് ഉപയോഗിച്ച് പോകും. പക്ഷെ ഇത് ഉപയോഗിക്കാതെ തന്നെ നമുക്കത് മുന്നോട്ട് പോകാനും കഴിയില്ല. നമുക്ക് അത്രയും സമയം നഷ്ടമാണ്. 8 മണിക്കൂർ ചെയ്യുന്ന കാര്യം അരമണിക്കൂർ കൊണ്ട് ഇത് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കാര്യം. അപ്പൊ ഗൂഗിൾ ചെയ്യുന്നത് എന്താണ്, ChatGPT ചെയ്യുന്നത് എന്താണ്? ഗൂഗിൾ ബേസിക്കലി ചെയ്യുന്നത്, നമ്മളൊരു കാര്യം ഗൂഗിളിൽ സെർച്ച് ചെയ്തേനെ, ഇപ്പൊ ഒരു സോളാർ സിസ്റ്റം അല്ലെങ്കിൽ ഒരു വേൾഡ് വാർ എന്ന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മളെ പോലെ ലക്ഷക്കണക്കിന് ആളുകൾ സോളാർ സിസ്റ്റം ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എത്തിപ്പെട്ട വെബ്സൈറ്റ് ആണ് ആദ്യം നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരുന്നത്. അതെ, നമ്മളെല്ലാവരും ഇപ്പം സെർച്ച് ചെയ്താൽ എല്ലാവർക്കും മുന്നിൽ കാണിക്കുന്നത് സെയിം വെബ്സൈറ്റ് തന്നെയായിരിക്കും. ഓക്കെ, അത് താഴെ അതിനേക്കാൾ കുറച്ച് ആൾക്കാരുള്ളത് അതിന്റെ താഴെ, അതിനേക്കാൾ കുറച്ചുള്ളത് അതിന്റെ താഴെ, ഈ രൂപത്തിലാണ് അത് വെബ്സൈറ്റ് ഡിസ്പ്ലേ ചെയ്യുക. എന്നാൽ അതിന്റെ ഏറ്റവും മുന്നിൽ വരും ആളുകൾ സെർച്ച് ചെയ്യാത്ത, ഓർഗാനിക് ആയിട്ട് സെർച്ച് ചെയ്യാത്ത വെബ്സൈറ്റ് മുന്നിൽ വരും. ഗൂഗിളിൽ നമ്മൾ പൈസ കൊടുത്താൽ മതി. ഓക്കെ, ഗൂഗിളിൽ നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അഡ്വർടൈസ്മെന്റ് അതിന്റെ താഴെ ആഡ്, സ്പോൺസേഡ് എന്ന് എഴുതി കാണും. ആ രൂപത്തിൽ അത് നമ്മുടെ മുന്നിൽ കാണും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു 15 Pro iPhone 15 Pro Max വാങ്ങണമെങ്കിൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 4 or 5 ആമസോൺ ഉണ്ടാവും, അതിന്റെ 1ാമത് വേറെ ഏതെങ്കിലും നമുക്ക് പരിചയമില്ലാത്ത ഏതെങ്കിലും വെബ്സൈറ്റ് ഉണ്ടാവും. ആ വെബ്സൈറ്റ് ഗൂഗിളിന് പൈസ കൊടുത്തുകൊണ്ടാണ് അവരെ മുന്നിൽ കാണിച്ചത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങിയത്, പർച്ചേസ് ചെയ്തത് ആമസോണിൽ നിന്ന് തന്നെയാണ് എന്ന് ഗൂഗിൾ പറയുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് മേലെ സ്പോൺസേഡ് ആഡ് എന്ന് കാണിക്കുന്നത്. നിങ്ങൾ വഞ്ചിതരാവരുത്, ഇത് അഡ്വർടൈസ്മെന്റ് ആണ് എന്ന് ഗൂഗിൾ നമ്മളോട് പറയാം. അപ്പൊ ഗൂഗിൾ ചെയ്യുന്നത് ഇതാണ്, അതിനുള്ള സാധനം, പുതിയ സാധനം ജനറേറ്റ് ചെയ്യുകയല്ല, അതിലുള്ള സാധനം നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യുന്ന പരിപാടിയാണ് ഗൂഗിൾ ചെയ്യുന്നത്. എന്നാൽ ChatGPT ചെയ്യുന്നത്, ChatGPT ഉൾപ്പെടെയുള്ള ടൂളുകൾക്ക് ജനറേറ്റീവ് AI എന്നാണ് പറയാം. പുതിയ സംഭവം ജനറേറ്റ് ചെയ്യാണ്. അതായത് ChatGPTക്ക് കുറെ കാര്യം പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്, LLM ആയിട്ട് കുറെ കാര്യങ്ങൾ അതിന് പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാം അറിയുന്ന ഒരാളോട് ഇപ്പൊ എനിക്ക് കുറെ കാര്യങ്ങൾ അറിയാം, AI കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. ഇപ്പൊ ഒരു കുട്ടി വന്ന് ചോദിച്ചാൽ ഞാൻ ആ കുട്ടിക്ക് 5 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ഞാൻ പറഞ്ഞു കൊടുക്കും. 10 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ പറഞ്ഞു കൊടുക്കും. ഞാനൊരു ഒരു PhD സ്കോളറാണ് വന്നതെങ്കിൽ അയാൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ കുറച്ചുകൂടി റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. എന്നെ ഒരു ടീച്ചറാണ്, സ്റ്റുഡന്റ് ആണ്, ഇങ്ങനെ ഓരോരുത്തരുടെയും യൂസർ എക്സ്പീരിയൻസും അവരുടെ സ്വഭാവമൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ആൻസേഴ്സ് കൊടുക്കുക. ഈ രൂപത്തിലാണ് ChatGPT ചെയ്യുന്നത്. വളരെ കസ്റ്റമൈസ്ഡ് ആയിട്ട്, പേഴ്സണലൈസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ഓരോരുത്തരുടെയും റിക്വയർമെന്റ് മീറ്റ് ചെയ്യാവുന്ന തരത്തിലാണ് ChatGPT ആൻസർ ജനറേറ്റ് ചെയ്യുന്നത്. ഗൂഗിൾ ചെയ്യുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഗൂഗിൾ പുതിയ സംഭവം ജനറേറ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഓക്കെ, ഇനി ബാക്കിയിലേക്ക് ഒന്നും പോകുന്നില്ല. ഞാനൊരു 5 മിനിറ്റ് കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ അല്ലേ? നമ്മുടെ പറഞ്ഞ സമയം ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൂടി നമുക്ക് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ കുറച്ച് പ്രോംപ്റ്റുകൾ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ പ്രോംപ്റ്റുകൾ, ഇത് പ്രത്യേകിച്ച് സ്റ്റുഡൻസിനാണ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കൂടുതൽ ഉപകാരപ്പെടുക. ടീച്ചേഴ്സിന് അവർക്കാവുന്ന രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാം. നിങ്ങൾ ChatGPT ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എങ്ങനെ നമുക്കത് മാക്സിമം എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം, അതിന്റെ ഒരു മാക്സിമം ലെവറേജ് എടുക്കാം
എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കുറച്ച് പ്രോംപ്റ്റ് ഞാൻ എഴുതി കൊണ്ടുവന്നിട്ടുള്ളത്. ആ പ്രോംപ്റ്റുകൾ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ എക്സാമിന് തയ്യാറാകാം എന്നൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. വെയിറ്റ്, ഞാൻ ആദ്യം ഒരു പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ ആദ്യം ഒരു പുതിയ വിൻഡോ, ഇതാണ് ChatGPT ഓപ്പൺ ചെയ്താൽ ഉണ്ടാവുക. ഫ്രീ തന്നെയാണ്, കംപ്ലീറ്റ്ലി 3.5 4o ഇതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ഇവിടെ ആദ്യം ചെയ്യുന്നതിന് നമ്മൾ പ്രോംപ്റ്റ് എന്ന് പറയും. ഇവിടെയൊക്കെ നമ്മുടെ ഹിസ്റ്ററി ഒക്കെ ഉണ്ടാവും. ആൻസർ നമുക്ക് ഡിലീറ്റ് ചെയ്യാം, നമുക്ക് റീനെയിം ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ ആദ്യം ഞാൻ ഇതിനോട് ആക്ടേഴ്സ് പറയാണ്. അപ്പൊ ഏത് രൂപത്തിലാണ് ഇനി പറയേണ്ടത്? ആക്ടേഴ്സ് മൈ വെയിറ്റ്, ഐ എം എ 10th grade student, 10th grade CBSE student, act as my guide in learning. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെ ഒരു വിൻഡോ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി എന്റെ 10th ഗ്രേഡുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു വിൻഡോയിലാണ് ചോദിക്കേണ്ടത്. ഓക്കെ, അപ്പൊ അത് മാത്രം പറയുമ്പോൾ തന്നെ അതിന്റെ ടോപ്പിക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊന്നും എന്റെ വിഷയമല്ല. ഞാനിത് പറയുന്നത് എനിക്ക് എന്റെ ഒരു ഗൈഡിനെ പോലെ പറഞ്ഞു തരണം. ഇനി ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു ഗൈഡ്, ഏറ്റവും നല്ലൊരു ഐഡിയൽ ഗൈഡ് എനിക്ക് എങ്ങനെയാണ് പ്രോപ്പർ ഗൈഡൻസ് തരിക, അതുപോലെ എനിക്ക് പറഞ്ഞു തരണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. എല്ലാം നമ്മൾ ജസ്റ്റ് നോർമലി ആൾക്കാർ ചെയ്യുന്നത് ജസ്റ്റ് ചോദിക്കും, എന്തെങ്കിലുമൊക്കെ ചോദിക്കുക. അതുപോലെയല്ല, എങ്ങനെ ചോദിച്ചാൽ ആൻസേഴ്സ് കിട്ടും. പക്ഷെ അതിന്റെ ഒരു 100% യൂട്ടിലിറ്റി കിട്ടാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഏത് ടോപ്പിക്കിലാണ് നമുക്ക് വേണ്ടത്, ആ രൂപത്തിൽ അതിന്റെ ഒരു ഗൈഡായിട്ട് നമ്മൾ ChatGPT ആദ്യം തന്നെ ആക്ട് ചെയ്യാൻ പറയുക, പ്ലേസ് ചെയ്യുക. ഇനി നമുക്ക് വേണ്ട കാര്യങ്ങൾ ചോദിക്കാം. അപ്പൊ ഞാൻ ഫസ്റ്റ് കാര്യം ചോദിക്കുന്നു. ഒന്നുകൂടി നമ്മൾ പ്രോംപ്റ്റ് കൊടുത്തു, പ്രോംപ്റ്റ് വായിക്കാം. ഐ എം എ 10th grade student studying CBSE syllabus. This month is my first term exam and I have 15 days to prepare for it. 15 ദിവസം മാത്രമേ എനിക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളൂ. Chemical reaction and equation, control and coordination and electricity are the chapters covered in test. അപ്പൊ ആദ്യത്തെ ടേം എക്സാമിൽ ഈ 3 ചാപ്റ്ററാണ് എനിക്ക് പഠിക്കാനുള്ളത്. I can study 1.5 hours every day. കുറെ ഒന്നും പഠിക്കാൻ കഴിയില്ല, അപ്പൊ വാരി വലിച്ച് തരണ്ട. 1.5 മണിക്കൂർ മാത്രമേ എനിക്ക് ദിവസം പഠിക്കാൻ പറ്റൂ. മേക്ക് മീ എ ഡീറ്റെയിൽഡ് സ്റ്റഡി സ്കെഡ്യൂൾ പ്ലേസ് എന്ന് പറയുന്ന ഒരു ഡീറ്റെയിൽഡ് പ്രോംപ്റ്റ് ഞാൻ കൊടുത്തു. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് അതിനുള്ള ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി പ്ലാൻ റെഡിയാക്കി തരും. അതിനുശേഷം നമ്മൾ ബാക്കി കാര്യങ്ങൾ ചോദിക്കും. അപ്പൊ ഒന്നാമത്തെ ദിവസം എന്താ പഠിക്കേണ്ടത്? 1.5 മണിക്കൂറിന് പഠിക്കാൻ മാത്രമുള്ള കാര്യങ്ങൾ, പോയിന്റുകളെല്ലാം 15 ദിവസവും പഠിക്കാനുള്ള സ്റ്റഡി പ്ലാൻ റെഡിയാക്കിയിട്ട് തന്നിട്ടുണ്ട്. അതിൽ 45 മിനിറ്റ് ഇന്ന് പാഠം എന്നൊക്കെ ആയിട്ട് ഇതൊക്കെ ഓരോന്ന് ഇൻ ഡീറ്റെയിൽ നമുക്ക് ചോദിക്കാട്ടാ. ഡേ 12ന്റെ കാര്യം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയൂ, ഡേ 5ന്റെ കാര്യം പറയുന്നൊക്കെ പറയാം. അതിന് കുറച്ച് മോട്ടിവേഷൻ ഒക്കെ തന്നു. സ്റ്റേ കൺസിസ്റ്റന്റ്, ആക്റ്റീവ് ലേണിംഗ്, ഗ്രേസ് റിവ്യൂ, ഇതൊക്കെ പറഞ്ഞു. ഓക്കെ, കഴിഞ്ഞില്ല. അടുത്ത സെയിം ഇതിന്റെ എന്റെ ഫോളോ അപ്പ് ആയിട്ടുള്ള അടുത്ത കാര്യം ഞാൻ ചോദിക്കുകയാണ്. ഞാൻ 3 ചാപ്റ്റർ ഒക്കെ മേലെ പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ അതൊന്നും പറയേണ്ട ആവശ്യമില്ല. ഡിവൈഡ് ഓൾ ദ അബവ് ചാപ്റ്റേഴ്സ് ഇൻ ടു സ്മോൾ സബ് ടോപ്പിക്സ് ആൻഡ് ക്രിയേറ്റ് എ നോട്ട് ടു ലേൺ ഫോർ ദി എക്സാം. എക്സാമിന് പഠിക്കാൻ വേണ്ടി ആയിട്ട് എനിക്ക് എന്ത് ചെയ്യണം? ഈ മേലെ പറഞ്ഞ എല്ലാ ചാപ്റ്ററിനുള്ള നോട്ട്സുകൾ ജനറേറ്റ് ചെയ്ത് വരണം. 3 ചാപ്റ്ററിനുള്ള നോട്ട്സ് ജനറേറ്റ് ചെയ്ത് തരുന്നതാണ്. ഇപ്പൊ കെമിക്കൽ റിയാക്ഷൻ ആൻഡ് ഇക്വേഷൻ, അപ്പൊ അതിന്റെ ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ കാര്യങ്ങളെല്ലാം ഇൻ ഡീറ്റെയിൽ വരുന്നുണ്ട്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ചോദിക്കുന്നത് പോലെയല്ല ഇത്. നമ്മൾ അതിന്റെ കറക്റ്റ് നമ്മുടെ ഡിസൈർഡ് ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ നമ്മൾ പ്രോംപ്റ്റിങ് കൃത്യമായിട്ട് ചെയ്യണം. അതിനെയാണ് ഈ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറയുന്ന സംഭവം. അപ്പൊ പ്രോംപ്റ്റിങ് പ്രോപ്പർ ആയിട്ട് നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്കൊരു 100% ഇതിന്റെ ഒരു ലെവറേജ് നമുക്ക് എടുക്കാൻ പറ്റൂ. ഓക്കെ, ഓരോന്നിന്റെ സബ് ടോപ്പിക് എക്സാമിന് പഠിക്കാവുന്ന തരത്തിൽ മാക്സിമം. ഇപ്പൊ എക്സാം എന്ന് പറയുന്ന കീവേഡ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ രൂപത്തിൽ വരുന്നത്. ഓക്കെ, ഇങ്ങനെ അല്ലാതെ ഈ ടോപ്പിക് ചോദിച്ചാൽ വേറെ രൂപത്തിലാണ് ആൻസർ വരിക. അപ്പൊ നമ്മൾ വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് അത് പ്രോംപ്റ്റിൽ ഉൾപ്പെടുത്തുക. ഈ രൂപത്തിൽ എല്ലാ സബ് ടോപ്പിക്കുകളും നമുക്ക് ജനറേറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് സ്റ്റിൽ നമുക്കൊരു 5 പ്രോംപ്റ്റ് ഉണ്ട്. 5 പ്രോംപ്റ്റ് കഴിഞ്ഞാൽ നമ്മൾ സെഷൻ വൈൻഡപ്പ് ചെയ്യും. റിവിഷൻ ടിപ്സ് അടക്കം തന്നിട്ടുണ്ട്. ഓക്കെ, അതും നമ്മൾ നിർത്തി. ഓക്കെ, അങ്ങനെ സബ് ടോപ്പിക്കുകൾ കിട്ടി. അത് മാത്രം പോരാ, അടുത്ത നെക്സ്റ്റ് പരിപാടി ചോദിക്കുകയാണ്. Create 25 multiple choice questions based on about 3 chapters. There should be 4 options, 1 correct and 3 incorrect answers. Allow me to answer 1 question. അപ്പോൾ ഈ 25 വേണ്ട, കാരണം ഓരോന്നും നമുക്ക് ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ്.
5 മാത്രം കൊടുക്കുക. എത്ര കൊടുത്താലും തരും കേട്ടോ. ഫോർ ഈച്ച് ക്വസ്റ്റ്യൻ ഐ ആൻസർ, പ്ലീസ് അഡ്വൈസ് ഇഫ് ഐ എം കറക്റ്റ് ഓർ ഇൻകറക്റ്റ്. ഓക്കെ, അപ്പൊ ഓരോ ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൽ നിന്ന് ആൻസർ ചെയ്ത് നെക്സ്റ്റിലേക്ക് പോകുന്ന പരിപാടിയാണിത്. ഇത് ചിലപ്പോൾ നിങ്ങൾ പുതുതായിട്ട് പരിചയപ്പെടുന്ന സംഭവമായിരിക്കും. നമ്മളിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു, വാട്ട്സ് യുവർ ആൻസർ എന്ന് ചോദിക്കും. അപ്പൊ നമുക്ക് ആൻസർ കൊടുക്കാം. ഓക്കെ, എനിക്കൊന്നും അറിയില്ല ഇതിൽ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്ന സംഭവം അറിയാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഗസ് ചെയ്യുന്നു. ബി. കറക്റ്റ് ആണ്. നെക്സ്റ്റിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം വന്നിട്ടുണ്ട്. എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വന്നു. ക്വസ്റ്റ്യൻ 2. ഇങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ ChatGPT അറിയാം എന്ന് പറഞ്ഞിരിക്കും. ഇതെങ്ങനെയാണ് ഇതിന്റെ ഒരു യൂട്ടിലിറ്റി നമുക്ക് അറിയില്ല പലർക്കും. അതാണ് 1% ആൾക്കാർ മാത്രമാണ് ChatGPT കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത്. ഇൻകറക്റ്റ് ആണ്. അതിന്റെ എക്സ്പ്ലനേഷൻ വന്നു. നെക്സ്റ്റ് നമ്മൾ അടുത്ത ചോദ്യം കൂടി. ഇങ്ങനെ 5 ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞതുകൊണ്ട് 5 എണ്ണം ചെയ്യാണ്. കഴിഞ്ഞു. നമ്മൾ ആ രൂപത്തിൽ എത്രയും ചോദ്യം നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. നമ്മൾ നെക്സ്റ്റ് ഒരു പ്രോംപ്റ്റ്, വേറെ പ്രോംപ്റ്റ് കൊടുക്കുന്നു. Create 10 short answer questions based on above 3 chapters. ഓക്കെ, ആ രൂപത്തിൽ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ 10 നമ്മൾ കൊടുത്ത 3 ചാപ്റ്ററിലുള്ള 10 പിന്നെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇതിന്റെ ആൻസേഴ്സ് വേണമെങ്കിൽ ആൻസേഴ്സ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ ആൻസേഴ്സ് കൂടി തരും. ക്രിയേറ്റ് എ മൈൻഡ് മാപ്പ് ഓഫ് ഓൾ ദീസ് ചാപ്റ്റേഴ്സ് വിത്ത് ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ കൺസെപ്റ്റ്സ്. നെക്സ്റ്റ് വേറൊരു പ്രോംപ്റ്റ് കൊടുക്കുന്നു. ഫോർ ലാസ്റ്റ് ഡേ റിവിഷന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു മൈൻഡ് മാപ്പാണ് ചോദിച്ചത്. ആ രൂപത്തിൽ അതിന്റെ മൈൻഡ് മാപ്പ് കംപ്ലീറ്റ് വരുന്നുണ്ട്. നെക്സ്റ്റ് ഒരു പ്രോംപ്റ്റ് കൂടി കൊടുക്കുന്നു. ഷെയർ 10 പ്രീവിയസ് ഇയർ എക്സാം ക്വസ്റ്റ്യൻസ് ഈച്ച് ഫ്രം അബോവ് ചാപ്റ്റേഴ്സ്. നമ്മൾ കൊടുത്ത 3 ചാപ്റ്ററിൽ പ്രീവിയസ് ഇയർ CBSEയിൽ വന്ന ചോദ്യങ്ങളിൽ നിന്നുള്ള ഓരോ ചാപ്റ്ററിനും 10 പിന്നെ എക്സാം ക്വസ്റ്റ്യൻസ് വീതം. മുമ്പൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വന്ന 10 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇത്. ഇങ്ങനെയെല്ലാം ഓരോ ചാപ്റ്ററിൽ നിന്നുള്ള 10 വളരെ നിർബന്ധമായും വന്നിരിക്കാൻ സാധ്യതയുള്ള 10 ചോദ്യങ്ങൾ അതിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഇത് ഒരൊറ്റ കേസ് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഈ രൂപത്തിൽ ഏത് ടോപ്പിക് ആയാലും ഏത് ചാപ്റ്റർ ആയാലും നിങ്ങൾക്ക് ഈ രൂപത്തിൽ പഠിക്കാവുന്നതാണ്. നിങ്ങളുടെ പഠനത്തിന് വേണ്ടി നിങ്ങളുടെ ഒരു പേഴ്സണലൈസ്ഡ് ലെസൺ പ്ലാൻ ക്രിയേറ്റ് ചെയ്യാൻ, പേഴ്സണലൈസ്ഡ് സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യാം, റിവിഷൻ പിന്നെ റിവിഷൻ പേർപ്പസിന് വേണ്ടി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഏത് ആവശ്യങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ ലേണിംഗ് എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ChatGPT ഉപയോഗിക്കാം. അതിന്റെ ഒരൊറ്റ യൂസ് കേസ് മാത്രമാണ് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. ഒരു അഡ്വർടൈസ്മെന്റ് ആണ്. അടുത്തത് ഒരു അഡ്വർടൈസ്മെന്റ് ആണ്. ഇതിന്റെ സംഘാടകരുടെ അനുമതിയോടുകൂടി അഡ്വർടൈസ്മെന്റ് ചെയ്യാണ്. താല്പര്യമുള്ള ആർക്കെങ്കിലും നമ്മൾ ഒരു 2 month ഡിപ്ലോമ പ്രോഗ്രാം ലോഞ്ച് ചെയ്യാണ്. അടുത്ത വീക്ക് അത് ലോഞ്ച് ചെയ്യുക, അനൗൺസ് ചെയ്യും. താല്പര്യമുള്ള സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുക, എന്നെ കോൺടാക്ട് ചെയ്യുക. സ്കിൽ പ്ലസ് എന്ന് പറയുന്ന നമ്മുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കീഴിൽ പ്രോഗ്രാം ചെയ്യുന്ന പ്രോഗ്രാമാണ് 2 months ഡിപ്ലോമ ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഓട്ടോമേഷൻ. 100 ടൂളുകൾ. നമ്മളിപ്പോൾ ഒരു 5-6 ടൂൾ മാത്രമാണ് പഠിച്ചത്. ഇത് തന്നെ നിങ്ങൾക്ക് എത്രത്തോളം ബെനിഫിഷ്യൽ ആയിരിക്കുമെന്ന് നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കുക. ഇതുപോലുള്ള 100 AI ടൂളുകൾ പ്രത്യേകിച്ച് സ്റ്റുഡൻസിന്, ടീച്ചേഴ്സിന് വേണ്ടിയാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അവരുടെ ലേണിംഗ് ടീച്ചിങ് പ്രാക്ടീസ് എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ആ രൂപത്തിൽ പഠിക്കാൻ താല്പര്യമുള്ളവർ മാത്രം. ഇതൊരു പരസ്യത്തിന് വേണ്ടിയുള്ള പ്രോഗ്രാമേ അല്ല. കംപ്ലീറ്റ്ലി സ്കോളർ ചെയ്യുന്നതെല്ലാം ഫ്രീ പ്രോഗ്രാമാണ്. ഞാനിത് എൻ്റെ ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് മാത്രം ഞാനിത് നിങ്ങളുടെ അനുവാദത്തോടു കൂടി പറയുന്നതാണ്. ആ രൂപത്തിൽ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. പ്രോഗ്രാമിൽ ഫ്രീ പ്രോഗ്രാമുകളും മറ്റൊക്കെ ഉണ്ടാവും. ഓക്കെ, താങ്ക് യു ഓൾ. എല്ലാവരും നമ്മുടെ സെഷൻ വളരെ വൈബ്രന്റ് ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്തു. വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളോ കമന്റോ ഉണ്ടെങ്കിൽ ചോദിച്ചുകൊണ്ട് ഒരു 2-3 മിനിറ്റ് കൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇതിൽ എല്ലാ ഭാഷയും വർക്ക് ആവുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഗ്ലോബൽ ലാംഗ്വേജ് എല്ലാം ഓക്കെയാണ്. അറബിക്കൊക്കെ വളരെ പെർഫെക്റ്റ് ആണ്. മലയാളം
സ്റ്റിൽ ടു ബി ഇംപ്രൂവ്ഡ്. അത് ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റെഡി ആയിട്ടില്ല. ഓക്കെ, പക്ഷെ നമുക്ക് ഗൂഗിളിന്റെ ജെമിനി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് മലയാളത്തിൽ നല്ല കോണ്ടന്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിതെല്ലാം പഠിപ്പിക്കാനുള്ള സമയമില്ല. നോഷനും ക്വിസസ് ഒന്നും നമുക്ക് പറയാനുള്ള സമയമില്ല. ക്വിസസ് ഒക്കെ നമുക്ക് ഒരു 1/2 hour തന്നെ വേണം അത് ജനറേറ്റ് ചെയ്യുന്നതും ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ പഠിപ്പിക്കാൻ. ഇങ്ങനെ ഒരു കംപ്ലീറ്റ് പാക്കേജ് പഠിപ്പിക്കാനുള്ള ഒരു പ്രോഗ്രാം അല്ല ഇത്. ഇതൊരു ജനറൽ അവയർനെസ് പ്രോഗ്രാം ആണ്. ഓക്കെ, അറബിക്ക് നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല സൂപ്പർബാണ്. അറബിക്ക് ഗ്രാമറും എല്ലാം സൂപ്പർബാണ്. സ്പീക്കിംഗ് പാർട്ണറായിട്ട് നമുക്ക് ഡ്യൂലോങ്കോന്റെ പിന്നെ ഓപ്ഷൻ ഉണ്ട്, പക്ഷെ പെയ്ഡ് ആണ്. എല്ലാം കംപ്ലീറ്റ്ലി ഞാൻ പറഞ്ഞല്ലോ ഫ്രീമി ആണ്. ഇതെല്ലാം പെയ്ഡ് ആവും. ഡ്യൂലോങ്കോയിൽ നമുക്ക് ലാംഗ്വേജ് എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. ഏകദേശം എല്ലാ ഭാഷകളും അതിൽ അവൈലബിൾ ആണ്. കുറച്ച് നമുക്ക് ഫ്രീ ഉപയോഗിക്കാം, പിന്നെ നമുക്ക് പെയ്ഡ് ആക്കേണ്ടി വരും. വാട്സപ്പിൽ എനിക്ക് അറിയില്ല കേട്ടോ. നിങ്ങൾ പിന്നെ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി വരേണ്ടതാണ്. അതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്തുകൊണ്ട് വരുന്ന പരിപാടിയല്ല അത്. ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ ചിലപ്പോൾ വരുമായിരിക്കും. ഓക്കെ, മദ്രസ സബ്ജക്റ്റിലൊക്കെ അപ്ലൈ ചെയ്യാം. ഇത് ഓരോരുത്തർക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് അവരുടെ രീതിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ട്രഡീഷണൽ അറബിക് കിതാബ് ട്രസ്റ്റഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മളൊന്നും എല്ലാം, അത് കിതാബ് മാത്രമല്ല, ഏത് ടോപ്പിക് ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഒരു റീചെക്ക് ചെയ്യണം. പിന്നെ ചാറ്റ് ജിപിയുടെ ഏറ്റവും അടിയിൽ ഉണ്ട് 100% റിലേ ചെയ്യരുതെന്നുണ്ട്. നിങ്ങൾക്ക് നോക്കാം. ഞാനിപ്പം പിന്നെ മദ്രസ അധ്യാപകർക്കൊക്കെ ക്ലാസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതില് നമുക്ക് ഡെയിലി ലൈഫില് 25 ഹദീസുകൾ ചോദിച്ചു കഴിഞ്ഞാൽ 25 ഹദീസ് നമുക്ക് റെഡിയാണ്. ഖുറാൻ ആയത്തോട് കൂടിയാണ് നമുക്ക് ഹുത്തുബ, ഫ്രൈഡേ ഹുത്തുബ അയച്ചാൽ ഖുറാൻ ആയത്ത്, അതിന്റെ ബക്കറ, ഇന്ന് അതിന്റെ എല്ലാ റെഫറൻസോട് കൂടിയാണ് കിട്ടുന്നത്. പിന്നെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ നോക്കുക. പിന്നെ ഇതിന് ഗൂഗിളിൽ നിന്നും മറ്റൊക്കെ നമ്മൾ ട്രസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ടല്ലോ, അതിനേക്കാൾ ട്രസ്റ്റ് ചെയ്ത് നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ബയാസ്ഡ് ആണ് പല കാര്യങ്ങൾ, പക്ഷെ നമ്മുടെ ഒരു ഡബിൾ ചെക്ക് വേണം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഫുൾ കത്തിയടി അല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് പ്രോംപ്റ്റ് കൊടുക്കുന്ന പോലെ ആയിരിക്കും. നമ്മൾ പ്രോപ്പർ ടാർഗറ്റ് ഓഡിയൻസ് ആരാണ്, നമ്മൾ പറഞ്ഞല്ലോ ചാറ്റ് ജിപിടി കംപ്ലീറ്റ് അല്ല, ഞാൻ 10 മിനിറ്റാണ് പറഞ്ഞത്, 2 hours എടുക്കുന്ന ക്ലാസ് ആണത്. നമ്മൾ ടാർഗറ്റ് ഓഡിയൻസ്, നമ്മുടെ പർപ്പസ്, നമ്മുടെ പിന്നെ ടോണ് പ്രൊഫഷണൽ ആവണോ, റിസർച്ച് ഓറിയന്റഡ് ആവണോ, അക്കാഡമിക് ആവണോ, ജേർണൽ ടൈപ്പ് ആവണോ, എന്നൊക്കെ പ്രോപ്പറായി കൊടുത്തു കഴിഞ്ഞാൽ വളരെ സൂപ്പർബായിട്ട് കിട്ടും. കത്തിയടിക്കുന്ന പരിപാടി ഒന്നല്ല. ജസ്റ്റ് നമ്മൾ എസ്എ ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കത്തിയടിച്ച് നമുക്ക് തരും. പക്ഷെ നമ്മുടെ പ്രോംപ്റ്റ് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടോ ആ രൂപത്തിൽ നമുക്ക് കിട്ടും. അറബി മലയാളം അവൈലബിൾ അല്ല. സെയിം റിപ്ലൈ കൊടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാറ്റ് ജിപിടിക്ക് പ്രോഗ്രാം ചെയ്തിരിക്കുകയാണ് കുറെ കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന കാര്യം 3 ആൾ ചോദിച്ചാൽ ഒരേപോലെയല്ല നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതിൽ വേർഡ് ലാംഗ്വേജ് ഒക്കെ മാറ്റം വരുത്തും. തീം ഒന്ന് തന്നെയായിരിക്കും. ആ രൂപത്തിൽ തീം എല്ലാവർക്കും ഒന്ന് തന്നെയായിരിക്കും ചാറ്റ് ജിപിടി കൊടുക്കുന്നത്. പക്ഷെ ആവശ്യാനുസരണം അയാളുടെ റിക്വയർമെന്റിനനുസരിച്ച് ലാംഗ്വേജിലൊക്കെ ഒരു മാറ്റം വരുത്തും, അത്രയാണ്. ഓക്കെ, ഈ ക്ലാസ് തന്നെ ഞാൻ പലർക്കും എടുക്കുന്നത് പല രൂപത്തിലായിരിക്കും. അതുപോലെ മേജർ കോണ്ടന്റ് ഒന്ന് തന്നെ ആയിരിക്കും. പക്ഷെ പിന്നെ കാര്യങ്ങൾ എന്ത് ചെയ്യും, അതില് ലാംഗ്വേജിലൊക്കെ ചെറിയ മാറ്റം ഉണ്ടാവാം. മാറിയ ബുക്കിലെ കാര്യങ്ങൾ കിട്ടുമെന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലായിട്ടില്ല. ചാറ്റ് ജിപിടി പ്രീമിയം നിങ്ങൾക്ക് എടുക്കാം. പ്രീമിയത്തിന് അറൗണ്ട് പിന്നെ 4000 മറ്റോ ആണ്. 80 ചെറിയ ഇത് മുതൽ അവൈലബിൾ ആണ്. $80 മുതൽ, സോറി $12 മുതൽ തന്നെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് കുറച്ച് ഉപയോഗിക്കാം. അങ്ങനെ ഇയർ ബുക്ക് മാറിയിട്ടുണ്ട്. നമ്മളിത് ഓക്കെ, അങ്ങനെ CBSE ഇതിൽ 2022 ജനുവരി വരെയുള്ള ഡേറ്റ് മാത്രമേ ചാറ്റ് ജിപിടിയിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. 2022 ജനുവരി മുതലുള്ള പിന്നെ സംഭവമാണ് ചാറ്റ് ജിപിടി നമുക്ക് ജനറേറ്റ് ചെയ്തിരുന്നത്. അത് റെഡി ആയിക്കോളും. ഓക്കെ, പിന്നെ അപ്പോൾ കംപ്ലീറ്റ്ലി നമ്മളെ ഇതിലുള്ള ഈ ടെക്സ്റ്റ് ബുക്ക് ബേസ് അങ്ങനെയല്ല.
അതിലൊരു ഓവറോൾ കോണ്ടന്റ് ആയിരിക്കും. പ്രീമിയം വേർഷനിൽ നമുക്ക് പിന്നെ ഓരോന്നിനും സെപ്പറേറ്റ് ബോട്ടുകൾ പോലെ ഉണ്ട്. ഇപ്പൊ എസ്സേക്ക് വേണമെങ്കിൽ അങ്ങനെ സെപ്പറേറ്റ് ബോട്ടുകളായിട്ട് അതിന് കുറച്ചുകൂടി ഡേറ്റ ആക്സസ് ഉള്ള രൂപത്തിൽ ഒന്നുകൂടി സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഓരോന്നിനും ഓരോ കാര്യം. ഇപ്പൊ കോഡിന് മാത്രമായിട്ട് ഒന്ന്, പിന്നെ എസ്സേക്ക് വേണമെങ്കിൽ അങ്ങനെ, ക്വസ്റ്റ്യൻസിന് വേണ്ടി മാത്രം അങ്ങനെ ക്വസ്റ്റ്യൻ മാത്രം ജനറേറ്റ് ചെയ്യുന്ന ഒരു ബോട്ടായിരിക്കും. അപ്പൊ അതിൽ നമ്മൾ ആ ടോപ്പിക് മാത്രം കൊടുത്തതിന് ഒരു പാറ്റേൺ, ഓൾറെഡി അതിൽ കുറെ പാറ്റേണുകൾ ഉണ്ട്. ആ പാറ്റേണുകളിൽ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി നല്ല ക്വാളിറ്റിയുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. കൂടുതൽ ടൂൾസ് ഒക്കെ പഠിക്കാൻ വേണ്ടി നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. യൂട്യൂബ് വീഡിയോസ് നോട്ട് ഉണ്ടാക്കാനൊക്കെ ടൂൾ ഇഷ്ടംപോലെ ഉണ്ട്. ഓക്കെ, ഇതെല്ലാം കൂടി ഇപ്പൊ പറയുന്നില്ല. നമ്മൾ പറഞ്ഞ ടൂളുകളിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് റബി സാർ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ വി കാൻ വൈൻഡ് അപ്പ്. ഓക്കെ, ഓക്കെ. വലിയ സന്തോഷം ലത്തീഫ് സാർ. ഇറ്റ് വാസ് എ നൈസ് സെഷൻ. എനിക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ തന്നെ ഒരുപാട് പേര് പിന്നെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു, യൂസ്ഫുൾ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. ഐ ഹോപ്പ് ദേ വിൽ സപ്പോർട്ട് യുവർ പ്രോജക്റ്റ് ആൾസോ. ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ പ്രോജക്റ്റിന്റെ കൂടെ ഉണ്ട്. നിങ്ങൾ ചെയ്യുന്നത് ഒരു വലിയ സർവീസ് ആണ്. ബിക്കോസ് കാലത്തോടൊപ്പം സഞ്ചരിക്കുക, അതിനാവശ്യമായ ഗൈഡൻസ് കൊടുക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഗ്രേറ്റ് സർവീസ്. സോ ഗോ അഹെഡ്, വി ആർ വിത്ത് യു. പിന്നെ നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, ഹോപ്പ് സ്കോളർ പ്രോഗ്രാമിന്റെ കൂടെ നിങ്ങൾ എല്ലാവരും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ പിന്നെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സ്കോളാസ്റ്റിക് ആയിട്ടുള്ള സെഷൻസ് പിന്നെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും ഒരു വലിയ സർക്കിൾ തന്നെ രൂപപ്പെടുത്തിയെടുക്കുക. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് വളർന്നു വരുന്ന പ്രതിഭകൾക്ക് അവസരം നൽകുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ലക്ഷ്യം വെച്ചിട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്, ഒരു പ്രോജക്റ്റാണ് സ്കോളർ എന്ന് പറയുന്നത്. ഇപ്പൊ സ്കോളറിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ലത്തീഫ് സാറുടെ പ്രോജക്റ്റിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ ഇൻഷാല്ലാ നമുക്ക് വീണ്ടും മറ്റൊരു സെഷനുമായിട്ട് നെക്സ്റ്റ് വീക്കെൻഡിൽ ജോയിൻ ചെയ്യാം. വൺസ് അഗൈൻ താങ്ക് യു ലത്തീഫ് സാർ, ആൻഡ് താങ്ക് യു ഫോർ ദി ഓപ്പർച്യൂണിറ്റി. ഓക്കെ ഫൈൻ, താങ്ക് യു.